ഇന്ന് പകൽ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. അടച്ച ചിലത് ഇന്ന് പകൽ റിലീസാകും. ദൈവം ഇറങ്ങുന്ന ഒരു രാത്രി എന്ന് ഞാൻ വിശ്വസിക്കും. ഇന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോഡ്സൺ പാസ്റ്ററുമായിട്ടുള്ള ബന്ധം എനിക്ക് തോന്നുന്നു ഞാൻ വിവാഹം കഴിച്ച അതേ മാസം മുതലുള്ള ബന്ധമാണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു മീറ്റിങ്ങിന് വേണ്ടി എനിക്ക് തോന്നുന്നു റിജോയ്സ് ആദ്യമായിട്ട് എൻ്റെ കൂടെ ഒരു മീറ്റിങ്, ആദ്യം കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസമാണോ മൂന്നാം ദിവസമാണോ എന്നറിയത്തില്ല, ടേണിംഗ് പോയിൻറ്റിൻ്റെ ഒരു മീറ്റിങ്ങിന് വേണ്ടി നേരെ പോകുന്നത് കണ്ണൂർ ആ സൈഡിലാണ്. അന്ന് ആ ട്രെയിനിൽ പാസ്റ്റർ ലോഡ്സൺ ഉണ്ടായിരുന്നു. റെജി പാസ്റ്ററാണ് എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. ഒരു കൊച്ചു പയ്യൻ. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, മോനെ കഴിച്ചോ എന്നൊക്കെ അന്ന് ചോദിച്ചു. ഞാൻ മോനെന്ന് പറയുമ്പം ചിന്തിക്കേണ്ട, ഞാനതാണ്ട് അപ്പച്ചനായിരുന്നെന്ന്. പണ്ടും ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ആയതുകൊണ്ട് 10-17 വയസ്സ് മുതലേ പ്രസംഗിക്കുന്നുമുണ്ട്. അന്ന് മുതലേ മോനെ മോളെ എന്നൊക്കെ അങ്ങ് വിളിക്കും. യേശുവിൻ്റെ ജയം. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ പിന്നത്തേതിൽ അദ്ദേഹത്തിൻ്റെ വളർച്ചകൾ കണ്ണിൻ്റെ മുമ്പിൽ കാണുവാൻ ദൈവം അവസരം തന്നു. ഒരു മനുഷ്യനെ ദൈവം മാനിച്ചാൽ തടുക്കാൻ ആർക്ക് കഴിയും? പുറകെ നിൽക്കുന്നവനെ മുമ്പിലെത്തിക്കുന്നത് വ്യക്തികളല്ല, പരിശുദ്ധാത്മാവാണ്. ഒത്തിരി സന്തോഷമുണ്ട്. എൽദോ ബ്രദറിനെയും ഷോവി സിസ്റ്ററെയൊക്കെ വീണ്ടും ഇവിടെ കണ്ടതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ക്യാമ്പിനുണ്ടായിരുന്നു. UK-യിൽ അവർ അതിശക്തിയോട് മിനിസ്റ്റർ ചെയ്യുന്നു. ഇന്നലെ ബദേലിലായിരുന്നു. ഞാൻ ഓർത്ത് ഇന്ന് അവിടുന്ന് വന്ന് കാണത്തില്ലെന്നാണ് വിചാരം. ഇന്നലെ ഓർഡിനേഷനൊക്കെ കിട്ടി. ഇന്ന് ഇവിടെ കണ്ടപ്പോൾ ഒത്തിരി അതിശയം. ഞാൻ ഇവിടോട്ട് നോക്കുമ്പോൾ ഒത്തിരി മ്യൂസീഷ്യനെ കാണുന്നുണ്ട്. ഇന്നൊരു മ്യൂസിക് നൈറ്റ് പോലെ എനിക്ക് തോന്നിയത്. ഇവരെ കാശ് കൊടുത്താൽ ഇങ്ങനെ ഒരുമിച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോഡ്സൺ പാസ്റ്ററുള്ള സ്നേഹത്തിൽ ഇവരെല്ലാം ഒത്തുചേർന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നിങ്ങളോടൊന്നൊരു കാര്യം പറയാം. ഞാൻ ദൈവദാസന്മാരുടെ ഡ്രൈവറായിരുന്നു. നിങ്ങൾ കർത്താവിനോട് ചേർന്നിരുന്നാൽ കാണേണ്ടിയവൻ കണ്ട വിടുതല. ഞാൻ ആ വാക്ക് വീണ്ടും പറയുന്നു. കാണേണ്ടിയവൻ കണ്ടാൽ നിങ്ങൾക്ക് വിടുതല. ആരും 500 രൂപയൊന്നും തരണ്ട. കാണേണ്ടിയവൻ നിങ്ങളെ കണ്ടിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ഓരോത്തിനും ദൈവം പ്രതിഫലം തരും. ഇതുപോലെ കണക്ക് പറഞ്ഞ് മാനിക്കുന്ന ഒരപ്പൻ വേറെയില്ല. പച്ചവെള്ളം കൊടുത്താൽ മാനിക്കുന്ന ഒരു നല്ല അപ്പനെയാണ് ഞാൻ സേവിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കുടിക്കുമ്പോൾ ചിലപ്പോൾ അച്ചാച്ചൻ പറയും, പൊറോട്ട കഴിച്ചതുകൊണ്ടല്ല മോനെ, ബിരിയാണി കഴിച്ചതുകൊണ്ടല്ല, ദൈവം നിന്നെ മാനിക്കാൻ വേണ്ടി വെള്ളം കുടിച്ചേ ഒക്കത്തുള്ളൂ. ഇന്ന് പകൽ കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടോ. ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാൻ പോവുകയാണ്. പാസ്റ്റർ ലോഡ്സനെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ച്, ആയിരിക്കുന്ന രാജ്യത്തിൽ ദൈവപ്രവൃത്തി വേണം. ആ ദൈവദാസൻ്റെ കൂടെ ദൈവശക്തി വ്യാപരിക്കണം. ഇത് സഭ പ്രാർത്ഥിച്ചാൽ വിടുതല. അഭിഷക്തന്മാരുടെ നീണ്ട നിരയുണ്ട്. എന്നോട് കൂടെ ചേർന്ന് അല്പസമയങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രി ഈ കോമ്പൗണ്ട് വിടുന്നതിന് മുമ്പ് യേശു നിന്നെ തൊടാതെ നീ ഇവിടുന്ന് വിടത്തില്ല. യേശു നിന്നെ തൊടാതെ ഈ കോമ്പൗണ്ടിൽ നിന്ന് നീ മാറിപ്പോകത്തില്ല. ജീസസ് ജീസസ്. ഒരു കാര്യം കൂടെ എനിക്ക് ഭയങ്കര ഉറപ്പുണ്ട്. പ്രാർത്ഥനാ റൂമിൽ എനിക്ക് ദൂത് തന്ന യേശു ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് നിൻ്റെ വീട്ടിലിറങ്ങും, നിൻ്റെ ശരീരത്തിലിറങ്ങും, നിൻ്റെ ശിരസിലിറങ്ങും. ഒരഭിഷേകത്തിൻ്റെ കൈമാറ്റം ഈ രാത്രി നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ അല്പസമയങ്ങൾ പ്രാർത്ഥനയിൽ കയറി ആരാധിച്ചാട്ട്. ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ യേശുവിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നത് ഞാൻ കണ്ണിൽ നോക്കുമ്പോൾ ഞാൻ കാണുക. ഈ സഭയുടെ ചരിത്രം തിരിയാൻ പോവാ. ഈ സഭയുടെ ചരിത്രം തിരിയാൻ പോവാ. ഇന്ന് രാത്രി ഇവിടെ വന്നത് വെറുതെയല്ല. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കുന്ന നിമിഷങ്ങളാണെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
ഓൺലൈനിൽ കേൾക്കുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഏതോ സെക്കൻഡിലാണ് നിന്റെ റൂമിനകത്ത് ഈ രാത്രി പരിശുദ്ധാത്മാവ് ഇറങ്ങുമെന്ന് ഞാൻ പറഞ്ഞാൽ നീ അത് വിശ്വസിച്ച് കാത്തിരിക്കുന്നവനെ ലജ്ജിപ്പിക്കുന്ന ഒരു അപ്പനല്ല, കാത്തിരിക്കുന്നവനെ ശക്തി കൊടുക്കുന്ന ഒരു നല്ല അപ്പനെ ഞാൻ കാണുക. ഇന്ന് രാത്രി നീ ചിമ്മാത് ഓൺലൈനിൽ കൂടി ഈ മീറ്റിംഗ് കാണുമ്പോൾ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, നീ ഇരിക്കുന്നിടത്ത് യേശു ഇറങ്ങാൻ പോകുകയാ. അടുത്ത 70 കിലോമീറ്റർ ചുറ്റളം ആത്മാവിൽ ഒന്ന് പിടിച്ചേ. ഇന്ന് രാത്രി സഭ കയറി ഒന്ന് പിടിച്ചേ. തെക്കേ തടുക്കരുത്, വടക്കേ തരിക, കിഴക്കിനോട് കൽപ്പിക്കുക, പടിഞ്ഞാറിനോട് കൽപ്പിക്കുക. പണി ഇല്ലാഞ്ഞിട്ട് ഇവർ വെച്ചതല്ല ഈവനിങ് വർഷിപ്പ്. ഈ ദേശത്തെ പിടിച്ചു കുലുക്കാൻ ഒരു അനോയിന്റിങ് ഈ രാത്രി ഇവിടെ വ്യാപരിക്കുന്നു. ഞാൻ 24 വർഷം ക്യാരി ചെയ്ത യേശുവിൻ്റെ ശക്തി ഇപ്പോൾ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അഭിഷക്തന്മാർ ഇന്ന് ചാടിക്കേറി പിടിച്ചോളൂ. ഈ രാത്രി എനിക്ക് ഉറപ്പുണ്ട്, നിന്നെ തൊടാതെ യേശു ഇവിടുന്ന് പോകത്തില്ല. പിശാചേ വഴിമാറ്, പോരുകളെ വഴിമാറ്, ഇരുട്ടെ വഴിമാറ്. ദൈവത്തിന് മാത്രം അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഇവർക്കറിയാത്തൊരു പുതിയ കാര്യം പറയാൻ കഴിയത്തില്ല. പക്ഷേ യേശു ഞങ്ങളോട് തൊടും, യേശു ഞങ്ങളോട് സംസാരിക്കും. വിടുതലുമായിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ. മുഴുവൻ മാനവും മഹത്വവും യേശുവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. വളരെ സുപരിചിതമായൊരു വാക്യം, 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 2 Corinthians chapter 4 verses 7 to 13. ഒരാൾക്ക് ശബ്ദമുയർത്തി ഒന്ന് വായിക്കാമോ? എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും. സമയത്ത് പുള്ളിയുടെ പഴയ കാർ നമുക്ക് തരും, പഴയ ബാങ്ക് ബാലൻസ് നമുക്ക് തരും, പഴയ വീട് നമുക്ക് എഴുതി തരും. പക്ഷേ നസ്രയനായ യേശു മക്കൾക്ക് കൊടുക്കുന്നത് കാറോ വീടോ മാത്രമല്ല, ഇന്ന് പകൽ അത്യന്ത ശക്തി കൈമാറാൻ പോകുകയാണ്. ഞാൻ ഇന്ന് രാത്രി ഇവിടെ നോക്കുന്ന ആത്മാവിൽ കാണുമ്പോൾ ഈ ശക്തി നിന്നെ തൊട്ടാൽ, ശക്തി നിൻ്റെ കണ്ണിനെ തൊട്ടാൽ, ശക്തി നിൻ്റെ കൈയെ തൊട്ടാൽ, ശക്തി നിൻ്റെ നാവിനെ തൊട്ടാൽ, നീ നാവെടുത്ത് പറഞ്ഞാൽ ചിലത് അഴിയുന്നത് ലോകരാജ്യങ്ങൾ കാണാൻ പോകാമെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നീ വിശ്വസിച്ചേ ഒക്കത്തുള്ളൂ. കരമടിച്ചൽപ്പ സമയങ്ങൾ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനം എത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺകൂടനെ കാണിക്കുന്നു. വിശ്വാസമുള്ളവർ ഈ രാത്രി ഇതിനെ സ്വീകരിച്ചു. ഒരഭിഷേകം പണ്ട് പാമ്പ് കടിച്ചാൽ ആശുപത്രിയിലല്ല പോകുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഓടി ആദ്യം വരുന്നത് ചർച്ചിനകത്താരാ? വിഷകാരി ഇരിപ്പുണ്ടോ? സ്വത്രം. ചർച്ചിനകത്ത് എന്താ മെഡിസിൻ ഇരിപ്പുണ്ടോ? ചർച്ചിനകത്ത് ശക്തിയുള്ളവനുണ്ട്. ആമേൻ പറയണം, ആമേൻ പറയണം. അവൻ ചത്തു വീർക്കത്തില്ല, അവൻ്റെ ശരീരം പച്ചയാകത്തില്ല. ആത്മാവിൽ യേശുവിൻ്റെ നാമത്തിൽ വാ തുറന്നൊരുവൻ പറയുമ്പോൾ അവന് വല്ല ശക്തിയുണ്ടോ? 70 കിലോ ഉള്ള പാസ്റ്റർക്ക് ശക്തിയുണ്ടോ? ശക്തി പാസ്റ്ററുടെ അല്ല, ശക്തി ഉയരത്തിലെയാണ്. ഉയരത്തിലെ ശക്തി ഒരുവൻ വഹിച്ചാൽ നിന്റെ നാവിനകത്തൂടെ വ്യാപരിക്കുന്നത് മലയാളമാണെന്ന് തോന്നും, പക്ഷെ അതിൻ്റെ ശക്തി ലോകരാജ്യം തിരിച്ചറിയും. ഈ രാത്രി ഞാനിത് പ്രസംഗിക്കുമ്പോൾ ആത്മകണ്ണി ഞാൻ കാണുക, ശക്തി വഹിക്കുന്ന ചില പാത്രങ്ങൾ ആലുവയിലൂടെ നടക്കുന്നത് ആത്മകണ്ണി ഞാൻ കാണാൻ പോകും. വിശ്വസിക്കുന്നവർ മാത്രം കൈകൾ അടിച്ച്
പോരാ 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 പോരാ. ഈ ഗ്ലോറി ടെന്റിൽ ഓ ശക്തി വഹിക്കുന്ന ചിലര് ഇവിടെ എഴുന്നേക്കട്ടെ. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ വെളിയിലൊക്കെ കുഞ്ഞുങ്ങൾ പഠിച്ചവരുണ്ട്, അമ്മമാരും അപ്പന്മാരും ഉണ്ട്. കൈവക്കാവും. ചില ദൂരെ പഠിച്ചവരോ അങ്ങനെ വല്ലവരും ഉണ്ടോ ഇവിടെ? ഉദാഹരണം ചോദിക്കാനേ ഉണ്ടോ? ഇവിടെ ഒരു ഉദാഹരണം ചോദിക്കാനാ. മക്കളെ എവിടെയെങ്കിലും ഇച്ചിരി ദൂരെയെങ്കിലും പഠിച്ചവർ അമ്മമാരുണ്ടോ അപ്പന്മാരുണ്ടോ? കൈ പൊക്കിക്കോ. ഒന്ന് പൊക്ക്. അയ്യോ എൻ്റെ ദൈവമേ, എന്നെ ഏതാണ്ട് കള്ളത്ത്. ഞാൻ പ്രവചനം ഒന്നുമല്ല പറയുന്നത്, ഉദാഹരണം പറയാം. അതിനാ പ്രവചനം വല്ലതും പറയാനില്ല, ഒന്നുമല്ല. ഉദാഹരണം. അവിടുന്ന് കേട്ടിട്ടുണ്ടോ ഞങ്ങൾക്ക് വയ്യ, തലവേദനയാ, അങ്ങോട്ട് പോകാൻ പറ്റിയോ? ഇല്ല, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞല്ലേ. നീ ഫോണിനകത്തൂടെ പ്രാർത്ഥിച്ചപ്പോൾ കൊച്ചിന് സൗഖ്യം വന്നു. അത് എവിടത്തെ പവറാ? നിനക്ക് വല്ല പവറുണ്ടോ? അടുക്കള അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക? ഇല്ല, ഇതിൻ്റെ പവറാണ് ഉയരത്തിൽ നിന്ന് വന്നത്. ഓ യേശുവിൻ്റെ രക്തം ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും വല്ല പവറുണ്ടോ? ഒരു പവറുമില്ല. ഇതൊന്നും ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഇന്ന് രാത്രി ഒരുത്തനത് തിരിച്ചറിഞ്ഞ് കയറി പിടിക്കാൻ പറ്റുമെങ്കിൽ കയറി പിടിച്ചോ. ഇന്ന് വരെ നടക്കാത്തത് ഈ ദേശത്തിൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. ഇന്ന് വരെ നടക്കാത്തത് ഈ ദേശത്ത് ദൈവം ചെയ്യാൻ പോകുകയാണ്. ഓ കറാബായാബായാബ ഷാഥാറാബായാബ ഷാഥാറാബായാബായാബ റാബായാതാൽ ഷാഥാറാബാബാബ ഷാഥാറാബാബ. യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം. ഞാൻ ഈ വാക്യം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അകത്ത് കയറിയപ്പോൾ അന്ന് ഞാൻ ഈ ശക്തിയെ പറ്റി ഞാൻ തിരിച്ചറിഞ്ഞു. ഒരുത്തൻ വിശ്വസിച്ചാൽ മാത്രമേ ഈ ശക്തി വ്യാപരിക്കത്തുള്ളൂ. സ്വത്രം മർക്കോ സാറി കിടക്കുന്ന ഒരു കാര്യം എടുക്കണ്ട, വായിക്കണ്ട, പറഞ്ഞു പോവുക. യേശു അവിടെ മൈറ്റി വർക്ക്സ് ചെയ്യാൻ പറ്റിയില്ല. കഴിവില്ലഞ്ഞിട്ടല്ല, അവരുടെ അൺബിലീഫ്, അവരുടെ വിശ്വാസമില്ലായ്മ കൊണ്ട് യേശുവിന് വലിയ വീര്യപ്രവർത്തികൾ ചെയ്യാൻ പറ്റിയില്ല. കഴിവുകേടായിട്ടല്ല. ഒരുത്തൻ വിശ്വസിച്ചില്ല എങ്കിൽ പവർ ചലിക്കത്തില്ല. ഒരുത്തൻ വിശ്വസിച്ചില്ല എങ്കിൽ ദൈവപ്രവൃത്തി നടക്കത്തില്ല. ദൈവപ്രവൃത്തിക്ക് തടസ്സം നിന്റെ അവിശ്വാസമാണ്. പക്ഷേ ഇന്ന് പകൽ നീ വിശ്വസിച്ചാൽ നീ ഇരിക്കുന്ന റൂമിനകത്ത് യേശു ഇറങ്ങും. യേശുവിൻ രക്തം ജയം. മോനെ, 40 ലക്ഷം ജനങ്ങളെ പോറ്റിയത് എങ്ങനെയാണ്? സ്വത്രം. കടലിലിറങ്ങാൻ നിനക്ക് പറ്റുമോ? ഇല്ല. നീന്താൻ നിനക്കറിയുമോ? ഇല്ല. ലിവ്യാദാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാമോ? മോനെ ജാക്സ, അറിയാമോ ലിവ്യാദാൻ? എന്നോട് ചോദിച്ചാൽ ഞാനും കൈവള്ളത് എന്താ പക്ഷെ അറിയാമോ ലിവ്യാദാൻ? ഇതൊന്നും നീ അറിയണ്ട. എടാ, നീ ശക്തിയൊന്ന് വിശ്വസിച്ചാൽ മതി. ലിവ്യാദാന്റെ തലയെ ഞാൻ തകർക്കും. കേട്ടില്ല 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 കേട്ടില്ല. നീ തകർക്കാൻ പോണ്ട. ലിവ്യാദാന്റെ തലയെ ഞാൻ തകർക്കും. കാടപ്പക്ഷി പറന്നു വരും. ഇന്ന് രാത്രി ഒരു അനോയിന്റിങ് ഇവിടെ ചലിക്കുന്നത് അപ്പ കണ്ടി ഞാൻ കാണുക. ഈ രാത്രി ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പ് നിന്റെ വീട്ടിൽ ചിലത് പറന്നിറങ്ങാൻ പോവാ. പറന്നിറങ്ങുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി നീ വിശ്വസിച്ച് ഏറ്റെടുത്താൽ ഞാൻ ആത്മ കണ്ണി കാണുക. നീ പോയി പറക്കണ്ട, പറന്ന് നിന്റെ അടുക്കൽ വരുന്ന ഒരു അഭിഷേകം ഉണ്ട്. വാ 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 റാബാ ഖാറ്റാല റാബാ ഷാറ്റാ റാബാ സറ്റാല റാബാ. മരുഭൂമിക്കകത്ത് 6 മണി കഴിഞ്ഞ് വെളിയിലോട്ടൊന്ന് ഇറങ്ങി നിൽക്കും. എറണാകുളത്തോട്ട് വെളുത്ത ശരീരം കറുപ്പായി മാറും. എന്നാ കൊതുക്? ഒന്നും മിണ്ടുന്നില്ല. കുറവൊന്നും ഇല്ലല്ലോ ഇവിടെ, ഒത്തിരി ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കുന്നവർ എടി കേറടി അകത്ത്, കേറടി അകത്ത്. മരുഭൂമിയിൽ ഈ ഉഷ്ണക്കാറ്റിനകത്ത് ഒരു തേളും കടിച്ച് മരിച്ചെന്ന് ബൈബിൾ പറയുന്നില്ല.
മരുഭൂമിക്കകത്ത് പവർ അടിച്ചു, മരുഭൂമിക്കകത്ത് ദൈവത്തിൻ്റെ കവറിങ് അടിച്ചു. ഇത് യേശുവിൻ രക്തം ജയ. നീ ഒന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഈ ദൈവശക്തി എവിടുന്നാ വരുന്നത്? ഇത് ഉയരത്തിൽ നിന്ന് വരുന്നതാ. ഇതൊരു മൺകൂടാരത്തിൽ ഇന്ന് രാത്രി ഒളിപ്പിക്കാൻ ദൈവത്തിന് ഇഷ്ടം വരാൻ പോകുക. ഇന്ന് രാത്രി നീ കൈ വച്ചാൽ ചിലർ അനുഗ്രഹിക്കപ്പെടും. നീ വാ തുറന്ന് അനുഗ്രഹിച്ചാൽ ചിലരുടെ ലൈഫ് തിരിയാൻ പോകുക. യേശുവിൻ രക്തം ചെയ്യാം. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ മാത്രം കൈകൾ അടിച്ച്, ഇതൊരു ട്രഷറാണ്, ഇത് വേറെ എങ്ങുമല്ല. ഈ രാത്രി അത് എൻ്റെ വേലയാ. സ്വത്രം സ്വത്രം. മോനെ പേരെന്തോടാ? മോനെ ഇരുന്നോ? ലിയോൺ അല്ലേ? ഡിയോളെ കൈയടിക്കാത്ത സെമിനാരിക്കകത്തൊന്ന് പഠിച്ചിറങ്ങിയോനെ ഞാൻ. സ്വത്രം. അവിടെ കൈയടിക്കുന്നത് ഇഷ്ടമല്ല. ഞങ്ങൾ വല്ലതും പ്രബന്ധം വല്ലതും കേട്ടാൽ പ്രൈസ് ഗാഡ് ഇങ്ങനെ പറഞ്ഞിട്ട് വിൻഡോ താഴെ വെക്കും. കൈയടിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഇച്ചിരി ഇറിറ്റേഷൻ പോലെ. ആ കൈ അടിക്കാത്ത കോളേജിനകത്ത് ഡിയോള എന്നോട് പറഞ്ഞു, മര്യാദയ്ക്ക് അടിച്ചോണം കയ്യ്. സച്ചിൻ ക്രിക്കറ്റ് കളിക്കുമ്പോൾ മാത്രം കൈ അടിച്ചാൽ മതിയോ? മിണ്ടുന്നില്ല. ഫുട്ബോൾ കളിക്കുമ്പോൾ മാത്രം കൈ അടിച്ചാൽ മതിയോ? അഭിഷേകം വരുമ്പോഴും കൈ അടിക്കണം. അഭിഷേകം വരുമ്പോഴും കൈ അടിക്കണം. ഉത്തരം. വീഡിയോ പിടിക്കുന്ന മോനെ പേരെന്തോടാ? ലെനിനെ? ഡെന്നി? എല്ലാം വ്യത്യസ്ത പേരാണല്ലോടാ. ഡെന്നിയെ ക്രിക്കറ്റ് ഞാൻ റാന്നിയിൽ നിന്ന് കണ്ടപ്പോൾ സച്ചിൻ ക്രിക്കറ്റ് കളിച്ചപ്പോൾ സച്ചിൻ 6 അടിച്ചപ്പോൾ ഞാൻ വിസിലടിച്ചു, കൈയടിച്ചു. കട്ടൻ കാപ്പി പോലും എനിക്ക് കിട്ടിയില്ല. സ്വത്രം. നാളെ ഇനി സച്ചിനെ കണ്ടു കഴിഞ്ഞാൽ പറയുമോ ആരാ ഏതാ എല്ലാം അറിയാമോ? എന്നോ അടിയടിച്ചെന്നറിയാമോ? നിങ്ങൾക്കറിയത്തില്ല അടി. സ്വത്രം. എനിക്ക് 3 ആൺപിള്ളേരുണ്ട്. ഒരുത്തൻ മെസ്സിയുടെ കൂടെ, ഒരുത്തൻ റൊണാൾഡോയുടെ കൂടെ. എന്നോട് പറയാം പ്രാർത്ഥിക്കാൻ. ആരുടെ സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കും? ഒരുത്തൻ 500 രൂപ വെറ്റ് വെച്ചു. അവൻ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ രണ്ടാമൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇവന്മാരുടെ 2 പേരുടെയും വാശി കണ്ട ഞാൻ അങ്ങ് അറിയാതെ പറഞ്ഞു, അപ്പ രണ്ടും തട്ടിപ്പോണേ, വീട്ടിലെ ഒരു വഴക്കൊഴിവാക്കാൻ. ആ പ്രാർത്ഥന അങ്ങ് ഏറ്റെന്നാ തോന്നുന്നത്. എൻ്റെ കൂടെ വരുന്നുണ്ടോ? എടാ, ഈ സാധനത്തിനൊക്കെ കൈയടിക്കാൻ പറ്റും. അഭിഷേകം വരുമ്പോൾ എന്നെ കൈയടിച്ചാൽ. മോനെ ജാക്സ, അഭിഷേകമുള്ള കൈയടിച്ചാൽ ചങ്ങല അഴിയും. ചങ്ങല അഴിയും. ഇതെല്ലാവരും കൈയടിക്കുന്നവരല്ല. ഇത് കളിക്കുമ്പോൾ കൈയടിക്കുന്നവരല്ല. When anointing comes, you have to clap your hands. I feel the power of the Holy Ghost. I feel the power of the Holy Ghost. Raba, pone kari pidicholam. Kababa. TBBB. Karaba ya. Shate rebehasi. Lebreha satala raba. മോനെ, ഞാൻ ഈ ദൂത് അകത്തോട്ടങ്ങ് കയറ്റി. ഇതെന്റെ ശക്തിയല്ല, ഇത് ഉയരത്തിന്റെ ശക്തിയാ. ഇത് പകർന്ന് ഫ്രിഡ്ജിനകത്തല്ല, ഇത് എന്റെ മൺകൂടാരത്തില. അങ്ങനാണെങ്കിൽ ഇതെനിക്ക് വേണം. ഈ ശക്തി എനിക്ക് കൈകാര്യം ചെയ്യണം. ഈ ശക്തിയുടെ നാമത്തിൽ എനിക്കൊന്ന് പറയണം. മോനെ, ഇതുപോലെ ഏതോ ആലുവയുടെ മണ്ണിൽ മേരിക്കവരണ്ടി നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ആഭാസൻ വാളുമായിട്ട് കയറി വരുമ്പോൾ 2 സൈഡിൽ ഇങ്ങനെ ആൾക്കാരിരിക്കുക. ഒരു സൈഡിലെ ആൾക്കാർ ഇറങ്ങി ഓടി. വാളുമായിട്ട് വരുമ്പോൾ പിന്നെ എന്തോ നിൽക്കണം, ഇറങ്ങി ഓടുക. മെസ്സേജ് പറയുന്ന മേരിക്കവരണ്ടി അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ ഹല്ലേലൂയ. പറഞ്ഞ സെക്കൻഡിൽ വാളും കൊണ്ട് വന്നവൻ അവിടെ ഇരുന്നു, അനങ്ങിയില്ല.
നീയും പറയുന്നു ഹല്ലേലൂയ. മേരി കോവൂർ ആന്റി പറയുന്നു ഹല്ലേലൂയ. ആ ഹല്ലേലൂയക്കകത്ത് ഒരു ശക്തിയുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഈ ദൂതങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ഹല്ലേലൂയ കേൾക്കുമ്പോൾ ദേശത്തിന്റെ ശക്തികൾ ഇളകി. വാ ടിവി 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 ഓ പിടിച്ചോ, കയറി പിടിച്ചോ. ഇന്ന് 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 ബൈക്കിലൊക്കെ ഭയങ്കര ശക്തി ഈ രാത്രി ഇറങ്ങുക. കട്ട 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 കട്ടി കട്ടി കട്ട 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 അടിക തരക ജല കട്ടക ജലക തര കട്ടക തര റകറ്റല റകസത് ഷേതല ബ്രഹസി. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. പിടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി, ശരീരത്തിൻ്റെതല്ല. സ്തോത്രം. നീ വാ തുറന്ന് പറഞ്ഞാലേ ചിലത് വിടുതൽ അടക്കത്തുള്ളൂ. എത്ര പേരത് വിശ്വസിക്കുന്നു? നീ വാ തുറന്ന് ഇല്ലായ്മ പറയരുത്, വാ തുറന്ന് ദൈവശക്തിയെ പറയണം. രോഗത്തെ കിടക്കുമ്പോൾ രോഗി എന്നല്ല നീ പറയേണ്ടത്. 2026 വർഷം മുമ്പ് സാക്ഷാൽ വേദനകളെ ചുമന്നു, രോഗത്തെ വഹിച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് നീ വാ തുറന്ന് പറയുമ്പോൾ അനങ്ങാതെ കിടക്കുന്ന ബോഡിയെ നിവർത്തിക്കളയുന്ന ഒരഭിഷേകം നിന്റെ മാവിനകത്ത്. സാഹചര്യത്തെ തിരിക്കുന്ന ഒരനോയിന്റിങ്, സാഹചര്യത്തെ തിരിക്കുന്ന ദൈവശക്തികൾ. സ്തോത്രം. കാണുന്നതല്ല നീ വിശ്വസിക്കേണ്ടത്, കാണാത്തൊന്നിനെ വിശ്വസിക്കണം. പറ പറ, കാണാത്തൊന്നിനെ ഞാൻ വിശ്വസിക്കാൻ പോകുക. ഇന്ന് രാത്രി ഞാൻ ആത്മകണ്ണിൽ നോക്കുമ്പോൾ, നാട്ടുകാർ നോക്കുമ്പോൾ മോശയുടെ കയ്യാ, പക്ഷെ പ്രവാചകൻ യെഹെസ്കേൽ യെശയ്യാവ് എഴുതി വെച്ചിരിക്കുക, മോനെ നോക്കുമ്പോൾ മോശയുടെ കൈ ഒറ്റയ്ക്ക, പക്ഷെ ഞാനത് ആത്മകണ്ണിൽ നോക്കുമ്പോൾ യഹോവയുടെ ഭുജം മോശയുടെ കൈയുടെ മേൽ വന്നു. ഈ 4 വായിൽ നീ നീട്ടാൻ തയ്യാറായാൽ നീ പോലും കാണാത്ത ഒരു ഭുജം നിന്റെ കൈയുടെ മണ്ടയ്ക്ക് വരും. യേശുവിൻ രക്തം ചെയ്യോ. വാ തുറക്കാൻ തയ്യാറായാൽ നീ പോലും അറിയാത്ത ഒരു മാവ് നിന്റെ മേളിൽ വരും. വിശ്വസിക്കുന്നവർ മാത്രം കൈകൾ അടിച്ച് ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഇത് ഞങ്ങളുടെ മൺകൂടാരത്തിൽ. പോരാ പോരാ പോരാ, അല്പസമയങ്ങൾ കൈകൾ അടിച്ച് യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം. എനിക്ക് വന്നു ഡെങ്കു ഒക്കെ ഉള്ള സമയത്ത്, ഡെങ്കുവും വേറൊരു സാധനം ഉണ്ടല്ലോ, കൈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നൂരാത്തൊരു പനി, അതാണോ ഡെങ്കു? വേറെ ഏതായാലും ചിക്കൻ ഗുനിയ, ഏതായാലും 1-2 എണ്ണം ഈ ഇതൊക്കെ എന്തുവാ നമ്മുടെ കൗണ്ടൊക്കെ താഴോട്ട് പോകുന്നൊരു സാധനം ഉണ്ടല്ലോ, ഡെങ്കു. ഞങ്ങളുടെ മമ്മിയുടെ കൗണ്ടെല്ലാം താഴെ വീണു. ഡോക്ടർമാർ വരെ പറഞ്ഞു, എന്തോ പറഞ്ഞു, നോക്കാനുള്ളതെല്ലാം നോക്കിക്കോ, ഓത്രോ ചെയ്യാനുള്ളതെല്ലാം ചെയ്തോ, കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പം അഭിഷേകമുള്ളവൻ താടിക്ക് കൈവച്ചിരിക്കരുത്, നീ വാ തുറക്കണം. ഞാൻ അന്നേരം വന്ന് വടയും മേടിച്ച് ദോശയും മേടിച്ച് ഞാൻ ആ ഹോസ്പിറ്റലിൽ ഇരിക്കുക. എനിക്കങ്ങ് ഡൗൺ ആയിപ്പോയി. അമ്മ പോവാണോ? സ്വത്രം 4-5 ദിവസമായി. എൻ്റെ മമ്മി ഇനിയും കുടിക്കാൻ ഇനി ഒന്നുമില്ല, എന്തോ ഒരു ഇലയുണ്ടല്ലോ ഈ മോമയ്ക്കായുടെ കൈപ്പങ്ങ, അമ്മി പറഞ്ഞു ഇനി ചത്താലും ജനത് കുടിക്കത്തില്ല, അമ്മാതിരി കുടിച്ചെന്ന് പറഞ്ഞു. ഇനി എനിക്ക് വേണ്ട. അന്ന് വന്ന ഡോക്ടറും പറഞ്ഞു സാധനമെല്ലാം തീർന്നു, സംഗതിയെല്ലാം പോകാൻ പോവാം. അത് കഴിഞ്ഞപ്പോഴും നമ്മളിങ്ങനെ എന്തോ ചെയ്യുമെന്ന് ചോദിച്ച് നമ്മളിരിക്കുക. ഡാഡി എന്നുണ്ട്,
ജോയ്സ് അവിടെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിന് നോക്കിയിരിക്കുക. അപ്പോഴാണ് ഒരാൾ കാണാൻ വന്നപ്പം പറയാം, ഓ നീ ഇത്ര ഭാഗ്യം കെട്ടവളായി പോയല്ലോ, മോനൊരു വണ്ടി 2013 കാര്യമാണ്, ഒരു വണ്ടി മേടിച്ചല്ലോ, ആ വണ്ടിയെപ്പോലും ഒന്നും കയറാൻ പറ്റിയില്ലല്ലോ. അപ്പം ഇതെല്ലാം കേട്ടിട്ട് മമ്മി ഹൃദയം അടിച്ചു പോയി ഇരിക്കുക. അപ്പം ഞാൻ അങ്ങോട്ട് കയറി വന്നപ്പോൾ ഞങ്ങളുടെ മമ്മി ഒറ്റ കരച്ചിൽ. ഞാൻ ചോദിച്ചു, എന്നെ എന്തിനാ കരയുന്നത്? ഞാൻ അത്ര ഭാഗ്യമില്ലാത്തവളാണോടാ. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി ഇങ്ങനെയൊക്കെ തോന്നാൻ? ഇവിടെ പുള്ളിക്കാരി പറഞ്ഞു, എൻ്റെ ഭാഗ്യക്കേടും കൊണ്ടാ, നിനക്കൊരു നന്മ വന്നപ്പോൾ അത് കാണാൻ പോലും പറ്റിയില്ലല്ലോ. ആഹാ, ഇതങ്ങോട്ട് കേട്ടപ്പോഴാണ് എൻ്റെ അകത്തോടൊരു ട്രിഗർ അടിച്ചത്. ഞാൻ ആ കയ്യിലോട്ട് പിടിച്ചു, പോകണ്ടെന്ന് പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ആഹാ, ചിലതൊന്ന് വാ തുറന്ന് പറയാൻ. ഞാൻ ആ കൈ അങ്ങോട്ട് പിടിച്ച് 45 മിനിറ്റ് അന്യഭാഷ പറഞ്ഞു. ചിലതൊക്കെ കണ്ടിട്ട് പോയാൽ മതി, ഇപ്പം നീ വേണ്ട. കട്ട. ആ ഹോസ്പിറ്റലിനകത്ത് വാക്കിനകത്ത് ശക്തി ഇറങ്ങുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. കട്ടലറബ. ഞാൻ അടുത്ത വാക്ക് പറഞ്ഞു, ഇനി കൗണ്ട് ഡൗൺ ആകത്തില്ല, കൗണ്ട് കയറും. അഭിഷേകമുള്ള ഒരുത്തൻ വാ തുറന്നു പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ഇൻസൈഡ് ബോഡി, ബ്ലഡിനകം കേൾക്കത്തക്കവണ്ണം ഇന്ന് എൻ്റെ ശക്തിക്കോ എൻ്റെ സൗണ്ടിനോ തുളച്ചു ചെല്ലാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഉയരത്തിലെ ശക്തിയെ വിശ്വസിച്ചാൽ ഇതേതറ്റം ചെന്നും സംസാരിക്കാൻ പറ്റും. ഇന്ന് രാത്രിയിലും ജീവനോട് എൻ്റെ അമ്മ വീട്ടിലുണ്ട്. ഈ രാത്രി ഞാൻ ആത്മകണ്ണി പറയാ, നീ പറയേണ്ടതുപോലെ പറഞ്ഞാൽ ഈ രാത്രി ചിലത് സംഭവിക്കാതെ പോരാ. നീ പറയേണ്ടതുപോലെ പറഞ്ഞാൽ ഈ രാത്രി നീ ഇത് കാണാതെ ഇവിടെ വിടത്തില്ല. കരങ്ങൾ അടിച്ച് അല്പസമയങ്ങൾ നിനക്ക് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി ഇറങ്ങി വരുന്ന ശക്തിയോട് പറ, വഴിമാറ്. ശുഭൻ രക്തം ജയം. പൗലോസ് മുഴുവൻ പഠിച്ചു നോക്കി. എഫെസസ് സഭയോട് പറയുക, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എടാ, ഇത് അളക്കാൻ ഒക്കാത്ത ഒരു ശക്തിയാണ്. പെന്തക്കോസ്തുകാർ കൈയടിക്കുമ്പോൾ മാത്രം ഇറങ്ങുന്ന ശക്തിയല്ല. ഇതാരേലും വിശ്വസിച്ചാൽ അവൻ്റെ വീട്ടിനകത്ത് ഈ രാത്രി ഇറങ്ങും. ഇതാരേലും ഒന്ന് വാ തുറന്ന് പറഞ്ഞാൽ അവൻ്റെ വായ്ക്കകത്തൂടെ ഒരത്ഭുതം നടക്കും. ഓ സ്വത്രം പറ. ഇന്ന് രാത്രി ശിഷ്യന്മാർ വരെ ഇപ്രകാരം പറയുകയാണ്, അവൻ്റെ ശബ്ദം കൊണ്ട് കാറ്റ് മടങ്ങുന്നു, കടലും അവനെ അനുസരിക്കുന്നു. ഇത് എവിടുത്തെ ശക്തിയാ? അവൻ്റെ നാക്കിനകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. ഇന്ന് രാത്രി അതേ ശക്തിയെ നീ വിശ്വസിച്ചാൽ, നീ ചിലതിനോട് കൽപ്പിച്ചാൽ ചിലത് ഈ രാത്രി അടങ്ങുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഈ മൺകൂടാരങ്ങളിൽ പകർന്ന ഈ ദൈവശക്തി ഈ രാത്രി മുതൽ ഒരു വേറെ നിലവാരത്തിൽ ഈ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. സ്വത്രം. ദേശത്തിനകത്ത് ശക്തികൾ ഉണ്ടെങ്കിൽ ആ ദേശത്തിൻ്റെ ശക്തിയെ ഇന്ന് രാത്രി അഴിച്ചാൽ സഭ അവിടെ വളരും. എത്ര പേരത് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ദേശത്തിൻ്റെ ശക്തി നീ നിൽക്കുമ്പോൾ 4, 3, 7 പേരോ അല്ല, നീ ചിലതിനെ വെട്ടിയാൽ അവിടെ ചിലത് ഇരച്ചു കയറുന്ന ഒരഭിഷേകം നിന്റെ മേലുണ്ട്. ഇന്ന് രാത്രി ആത്മകണ്ണി ഞാൻ പറയുക, ആലുവയെ പിടിച്ചു കുലുക്കുന്ന, ദേശത്തെ പിടിച്ചു കുലുക്കുന്ന ഒരഭിഷേകം ഇന്ന് ഈ ഗ്ലോറി ടെന്റിനകത്തുണ്ട്. ജാക്സൺ പാസ്റ്ററെ, ഇന്ന് ഓൺലൈനിൽ ലോഡ്സൺ പാസ്റ്റർ കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോ, ഇതിൻ്റെ പേര് തന്നെ ഗ്ലോറി ടെന്റ് എന്ന. ആത്മകണ്ണി ഞാൻ കാണുക, ഇത് ടെന്റിലേക്ക് മാറും. ഈ സെക്കൻഡ് ഞാൻ കാണുക, ഇത് ടെന്റിനകത്തേക്ക് മാറാൻ പോകുകയും. തൂങ്ങിക്കിടക്കുന്ന സിസ്റ്റവുമായി ഈ ടെന്റ് നിൽക്കുന്ന കാഴ്ച ആത്മാവിനെ കാണിക്കുന്നു. ഇന്ന് രാത്രി നീ ഇത് കയറി പിടിക്കുക. ഇവിടെ ഒതുങ്ങാത്തത് പോലെ ഒരു വഴി ഈ ദൈവം തുറക്കാൻ പോവുക. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചു. ഗ്ലോറി ടെന്റ്, ഗ്ലോറി ടെന്റ്.
യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം. പൗലോസ് ശക്തിയെപ്പറ്റി സഭയോട് പറഞ്ഞു. സഭ യൂസ് ചെയ്തില്ല, പക്ഷെ പറഞ്ഞവൻ യൂസ് ചെയ്തു. സ്വത്രം സ്വത്രം. കേട്ടാൽ മാത്രം പോരാ, ഇത് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. കൈ ഉയർത്തി പറഞ്ഞു, ഞാൻ ഉപയോഗിക്കാൻ പോവാ. നിങ്ങൾ രോഗിയുടെ മേൽ, അടുത്ത വാക്ക്, ജീവനുണ്ടെങ്കിൽ കൈ വെക്കല്ലേ. വെച്ചാൽ സൗഖ്യം വരും. അയ്യോ, ഒന്നും മിണ്ടുന്നില്ല. എൻ്റെ പൊന്നച്ചാ, നിങ്ങൾ കൈ വെക്കരുത്. കൈ വെച്ചാൽ എന്തോ കൊടുക്കും. അപ്പൊ നീയൊക്കെ അസൂയ കൊണ്ടല്ലേ വെക്കാത്ത? ഇവൻ ചത്തു പോകണേ, ഇവൻ പൊങ്ങിയാൽ എൻ്റെ അവസരം പോകുമേ. ഒന്നും മിണ്ടുന്നില്ല. ജാക്സൺ പാസ്റ്റർ, കൈ വെച്ചാൽ എന്തോ വരും? അതാരാ പറയുന്നത്? ഉയരത്തിലെ കർത്താവ് പറയുക, നിങ്ങൾ രോഗി എവിടെയുണ്ടോ അവിടെ ചെന്ന് കൈവെക്കണം. അച്ഛാ, പേരൊന്ന് പറയാച്ചാ. തോമസ് അച്ഛാ, ഞാൻ പറയുന്നത് വല്ല കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് തിരുത്തിക്കോണം. ഇത് ബൈബിൾ പറയുന്നതാണോ? ആണോ? കൈവച്ചാൽ മതി എന്നാണോ പറഞ്ഞേ? കൈവച്ച് പ്രാർത്ഥിക്കണം. നടക്കുമോ വല്ലോ? ഓ സ്വത്രം. നടക്കുമോ? നടക്കുമോ? എന്നാ പിന്നെ ഇന്ന് മുതൽ ഒരു പനി വരുമ്പോൾ ഇറങ്ങി ഓടാൻ വരട്ടെ. കൈ വെച്ച് നോക്ക്. കൈ വെച്ചാൽ സൗഖ്യം വരും. ഓ, സൗഖ്യം വരും. ഇന്ന് നീ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആത്മ കണ്ണിൽ കാണുക, ഇതൊരു മിറക്കിൾ ചർച്ചായി മാറും. ദൈവദാസി, ഈ രാത്രി കർത്താവിനോട് പറയാ, ഇതൊരു മിറക്കിൾ ചർച്ചായി. പോരാ പോരാ പോരാ. കരങ്ങൾ അടിച്ച് അല്പസമയങ്ങൾ മേജർ രോഗസൗഖ്യങ്ങൾ ഈ മോനെ ജാക്സാ, എനിക്ക് ചെറിയ വിവരം കുറവും, എൻ്റെ ഭാര്യയ്ക്ക് ചെറിയ വിവരം കൂടുതലാവും കേട്ടോ. കാസ ഇംഗ്ലീഷാ. ചില സമയത്ത് ഞാൻ പറയും ഇടത്തെ കാലിന് നീല. ഇവൾ ഈ ഗൂഗിളിൽ തപ്പിട്ട് പറയും ഇടത്തെ കാലാണെങ്കിൽ കിഡ്നിക്കാ പ്രശ്നം. ഇവൾ 4 ഇംഗ്ലീഷ് പറയുമ്പോൾ ഞാൻ എഴുതോ ഭാഷ പറയും, എൻ്റെ പൊന്നു മോളെ നീ ഒന്നും മിണ്ടാതിരിക്കുക, മുമ്പിൽ നിന്നിട്ട് പറയുമല്ലോ കേട്ടോ. യേശുവിൻ രക്തം ചെയ്യാം. ഞാൻ പറഞ്ഞു ഇതൊന്നും പറയാൻ വരട്ടെ. അവൻ പറഞ്ഞു ഇതൊക്കെയാ അതിൻ്റെ സിംറ്റം. അതാ ഞാൻ അങ്ങോട്ട് നിന്നിട്ട് റാൽക്ക, സൈന, ഹസി, വൈഡക, സഥനി, വൈഷക, ഇവിടെ വാഗോണ്ട് തന്നെ പറഞ്ഞു ദേ ഇറങ്ങിപ്പോയല്ലോ. അതാണ് അഭിഷേകം. കേറിയ സാധനത്തെ ഇറക്കാൻ പറ്റും. കേറിയ സാധനത്തെ ഇറക്കാൻ പറ്റും. ഒന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിക്ക്. ഇന്നുള്ള സംഗതിയെ റിവേഴ്സ് ചെയ്യുന്ന ഒരു അനോയിന്റിംഗ് ഇന്ന് കേറിയ മരണത്തെ വരെ റിവേഴ്സ്. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ ഈ രാത്രി സ്തുതിച്ചോ. ഒരു അഭിഷേകം ഈ രാത്രി ഇവിടെ വ്യാപരിക്കുന്നു. ഞാനൊരു വലിയ ദൈവശക്തി അറിയുന്നവർ മാത്രം കൈയെന്ന് വർത്തിക്ക്. മക്കളെ, ഇന്ന് നിങ്ങളുടെ കൈ കൊടുക്കണം ദൈവത്തിന്. ഇന്ന് നിന്റെ കണ്ണ് കൊടുക്കണം. ഇന്ന് നിന്റെ നാക്ക് കൊടുക്കണം. ഇതിനകത്തല്ല ദൈവശക്തി ഈ രാത്രി ഇറങ്ങാൻ പോകുക. നീ നിൽക്കുന്നിടത്ത് ദൈവശക്തി ഇറങ്ങും. നീ പിടിക്കുന്നിടത്ത് ദൈവശക്തി ഇറങ്ങും. നീ പറയുന്നത് ഈ രാത്രി സംഭവിക്കും. Jesus, Jesus. ജാക്സൺ പാസ്റ്ററെ, മക്കളെ ഇത് കേട്ടോണം. ഒരു സൈഡിൽ നിന്ന് മരണത്തിൻ്റെ ജാഥ. സ്വത്രം. അപ്പനെ കൊണ്ടുപോയി, അതുപോലെ മോനെ കൂടെ കൊണ്ടുപോകാമെന്ന്. ശിവൻ രക്തം ദൂത് കയറി വരുവാണല്ലോ. അപ്പനെ കൊണ്ടുപോയി, ഇനി മോനെ കൂടെ കൊണ്ടുപോകാം. വന്നു കയറിയ സാധനത്തെ റിവേഴ്സ് ചെയ്യാൻ അഭിഷേകമുള്ള ഒരുവൻ വഴിയെ വരുന്നുണ്ട്. ദൈവദാസി,
എനിക്ക് ഇവിടുത്തെ സാക്ഷ്യമെല്ലാം അറിയാം. കേറിയ സാധനം റിവേഴ്സ് ആയതുകൊണ്ടാ ഇന്നും അമേരിക്കയിൽ അദ്ദേഹം ഇരിക്കുന്നത്. എനിക്ക് ടെസ്റ്റ് മണിയെല്ലാം അറിയാം, പക്ഷെ കേറിയത് കൊണ്ടുപോകാനാ. പക്ഷെ അതിനെ റിവേഴ്സ് ചെയ്ത ഒരുവന്റെ പേരാണ് ജീസസ്. ഒരു അഭിഷേകം ഇന്ന് ഇറങ്ങോട്ടോ. ഇന്ന് രാത്രി ചിലതിന്റെ മേൽ ഈ രാത്രി ദൈവം ഇറങ്ങും. യേശു വന്ന് ബോഡിയിലല്ല പിടിച്ചത്, യേശു വന്ന് പിടിച്ചത് മഞ്ചത്തിൽ. അന്ന് ബോഡി ഉണ്ടായ വണ്ടിയുടെ പേരാണ് മഞ്ചം. പറ ബോഡി കൊണ്ടുപോയ മഞ്ചത്തിന്റെ പേരാണ്, വണ്ടിയുടെ പേരാണ് മഞ്ചം. അങ്ങനെയെങ്കിൽ അഭിഷേകമുള്ളവൻ വണ്ടിയെ പിടിച്ചാൽ വണ്ടിക്കകത്ത് കിടക്കുന്നവൻ എഴുന്നേക്കും. ഇന്ന് ഈ രാത്രി ഞാൻ ഈ ദൂത് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആലുവ ചർച്ചിനോട് ഞാൻ പ്രവചിക്കുക, നീ അഭിഷേകത്തോട് വണ്ടിയെ കൈപിടിച്ചാൽ വണ്ടിക്കകത്ത് കിടക്കുന്നവൻ എഴുന്നേക്കും. കരങ്ങൾ അടിച്ച് ഈ രാത്രി ഒരനോയിന്റിങ് ഇവിടെ ചലിക്കുന്നുള്ളൂ. ഒരനോയിന്റിങ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ ജയമെടുക്കുക. ചിലതിനെ നിർവീര്യമാക്കാൻ ഒരഭിഷേകം നിന്റെ നാവിന്റെ മേൽ തരാൻ പോവാ. സ്തോത്രം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? മഞ്ചത്തെ കൈവച്ചപ്പോൾ ചത്ത മകനെ എഴുന്നേറ്റിങ്ങി വന്നു. ഈ രാത്രി ഞാൻ ആത്മകണ്ണി കാണുക, ഈ അത്യന്ത ശക്തി നിന്റെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഇത് നിന്റെ മൺകൂടാരത്തിൽ നീ ചിലടത്ത് കൈവച്ചാൽ മരിച്ചത് എഴുന്നേക്കുമെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രി വിശ്വസിക്ക്. പോരാ കൈകൾ അടിച്ച് ഈ രാത്രി ഓ സ്തോത്ര. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ചിലടത്ത് തൊടാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഉണ്ടോ? ഉണ്ടാൽ ചിലത് എഴുന്നേറ്റ് വരും. വാ തുറന്ന് ചിലത് കൽപ്പിക്കാൻ പറ്റുമോ? കൽപ്പിച്ചാൽ ചിലത് തുറന്നു വരും. ഇന്ന് രാത്രി ഇത് പറ. സ്തോത്ര. ഇന്ന് രാത്രി നോക്കേണ്ടതുപോലെ നോക്കിക്കഴിഞ്ഞാൽ മുഷിഞ്ഞൊന്ന് നോക്കിയാൽ മതി, ഭൂതങ്ങൾ അഴിയും. നിന്റെ കണ്ണിനകത്ത് ശക്തി. ഈ രാത്രി ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ കണ്ണിനകത്ത് ഹെവി അനോയിന്റിങ് വ്യാപരിക്കും. നീ ഒന്ന് മുഷിഞ്ഞ് നോക്കിയാൽ ചിലത് അഴിഞ്ഞു പോകും. യേശുവിൻ്റെ രക്തം ജയം. ഞാനിത് മോനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനിത് വാ തുറന്ന് പറഞ്ഞു, ഇതെൻ്റെ ശക്തിയല്ല, ഇത് ഉയരത്തിലെ ശക്തിയാണ്. ഇതെൻ്റെ ശക്തി അല്ല എങ്കിൽ, ഇത് ഉയരത്തിൻ്റെ ശക്തിയാണെങ്കിൽ ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ചിലത് നടക്കും. ഇതെൻ്റെ അകത്തോട് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. സ്വത്രം. ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഉദാഹരണമാണ്. നമ്മൾ ദന്ത ഡോക്ടർ ചെന്ന് കഴിഞ്ഞാൽ ദന്ത ഡോക്ടർ എന്തോ പറയും? എങ്ങനെ തേക്കണമെന്നാണ് പറയുന്നത്? പറ. പല്ല് എങ്ങനെ തേക്കണമെന്ന് പറയുന്നത്? എല്ലാവരും നോക്കി എന്നെ പേടിപ്പിക്കുക. എങ്ങനെ തേക്കണമെന്ന് പറയുന്നത്? ഇന്നേ വരെ ചരിത്രത്തിൽ ഞാൻ തേച്ചിട്ടുണ്ട്. നിനക്ക് പറയാതെ ഇങ്ങനെയാണ്. പിറ്റേ ദിവസം വരുമ്പോൾ ഇങ്ങനെ ഒന്ന് വെക്കും, പിന്നെ ആ പഴയ പിടിക്കത്തുള്ളൂ. ഡിയോളെ അറിയാം പവറാന്നൊക്കെ. സ്വത്രം. ഇത് ഭയങ്കര പവറാന്നറിയാം, പക്ഷെ ജന്മത്തിൽ ഉപയോഗിക്കത്തില്ല. അവിടെ ഇരുന്നു വല്ലോനും ഉപയോഗിക്കാൻ വരും.
പറ, ഇന്ന് ഞാൻ ഉപയോഗിക്കാൻ പോവാ. മോനടിയോളെ ഞാനിത് പറഞ്ഞു, ഞാനത് ഉപയോഗിക്കാൻ പോവാ. എടാ, ഡ്രൈവറായി കിടന്ന എൻ്റെ വഴി തുറന്നത് പിന്നെ എന്തിനാ? ഞാൻ പറഞ്ഞു ചിലയിടത്ത് കയറും. അയ്യോ, വഴിയെന്ന് പറഞ്ഞു കൈ ഓർത്തിട്ട് പറഞ്ഞു, ഇവിടെ ഞാൻ കയറിയില്ല പിന്നെ ആര് കയറാൻ? ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് വഴി തുറന്നില്ല പിന്നെ ആർക്ക്? എടാ, ഇത് എൻ്റെ ശക്തി അല്ലല്ലോ, ഇത് ഉയരത്തിലെ ശക്തിയല്ലേ? ആണോ? ആണോ? മുമ്പിൽ ചെങ്കടൽ വന്നാലും മാറിയൊക്കത്തുള്ളൂ. തോമസ് അച്ഛാ, ഇതെന്റെ ശക്തി അല്ല എങ്കിൽ എനിക്ക് സുബോധമില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്നാം വാതിൽ, രണ്ടാം വാതിൽ, ഇരുമ്പ് വാതിൽ സ്വതവേ. ഈ രാത്രി ഞാൻ ആത്മകണ്ണി നോക്കുമ്പോൾ ചിലരുടെ വഴി തുറക്കാൻ പോവാ. മക്കളെ കയറി പിടിച്ചോളാം. ചില രാജ്യങ്ങളുടെ വഴി പൂട്ടുകൾ ഈ രാത്രി അഴി. കേറി പിടിക്ക്, കേറി പിടിക്ക്, കേറി പിടിക്ക്. യേശുവിൻ രക്തം ചെയ്യാം. എത്ര പേര് പറയാൻ പറയും? വഴി മാറാൻ പറ, പറ, വഴി മാറാൻ പറ. ഇന്ന് രാത്രി ചിലത് വഴി മാറും, വഴി മാറും. ഇന്നലെ വരെ തടസ്സമുള്ളവനെ ഇൻ ജീസസ് നെയിം റിമൂവ് ദ സ്റ്റോൺ. Asatala rabaya bayaba, rakatala rabaya bashaba, rabaya satala raba, waidia theri, waide kele setili, ribe setelia baby, waide setelia baby. ഈ രാത്രി കയറി പിടിച്ചോ കേട്ടോ, കയറി പിടിച്ചോ. ഓ, ഒരഭിഷേകം ഇറങ്ങുന്നു, ഒരഭിഷേകം ഇറങ്ങുന്നു. യേശുവിൻ രക്തം ചെയ്യാം, യേശുവിൻ രക്തം ചെയ്യാം. ഞാൻ സെമിനാറിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാറിൻ്റെ വീട്ടിലോട്ട് കയറി. സാറിൻ്റെ വീട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, 13-ാം വയസ്സിലോ ചെറുപ്പത്തിൽ മുതൽ മൈഗ്രെയിന് വന്നു കഴിഞ്ഞാൽ 5 ദിവസം 7 ദിവസമൊക്കെ ഇറങ്ങും. ഇത് കേട്ടോണ്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ വെളിയിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, സാറേ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. എനിക്ക് അന്നറിയാം ഈ വാക്യത്തിൻ്റെ പവർ ഭയങ്കരമാണെന്ന്. എന്നെക്കാളും പഠിത്തം കൂടിയതാണ് എൻ്റെ സാറിന്, എനിക്ക് അത്രയും പഠിത്തമില്ല. പക്ഷേ എനിക്കൊന്നറിയാം, ഈ അത്യന്ത ശക്തി എൻ്റെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഞാൻ കൈയടിച്ചിട്ട് കിട്ടിയതല്ല, ഞാൻ യാചിച്ചിട്ട് കിട്ടിയതല്ല, ഇത് ചുമ്മാ ഗിഫ്റ്റായിട്ട് കിട്ടിയതാ. ആ ശക്തി ഞാൻ ഉപയോഗിക്കും. അത് യൂട്യൂബിൽ കയറാനല്ല, അതാരെയും കാണിക്കാനല്ല, അതെൻ്റെ ദൈവത്തോടുള്ള ബന്ധമാ. മോനെ, ആ ഒരു വാക്ക് ഞാൻ പറഞ്ഞു, യേശു അപ്പാ ഈ തലവേദനയെ മാറ്റാൻ അങ്ങേക്ക് കഴിയത്തില്ലേ? മരിച്ചതിനെ ഉയർപ്പിക്കാൻ കഴിയുമെങ്കിൽ ഈ തലവേദന അങ്ങയുടെ മുമ്പിൽ നിസാരം. ഇനി മേലാൽ അത് വരരുത്. പ്രാർത്ഥിച്ചത് 2009 അറിഞ്ഞില്ല അന്നൊന്നും. പക്ഷേ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് അതേ സാറിനെ ഞാൻ വേറൊരു ഭൂഖണ്ഡത്തിൽ വെച്ച് കണ്ടപ്പോൾ എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു, പണ്ട് ഓർമ്മയുണ്ടോ എൻ്റെ വീട്ടിൽ കയറിയത്? അന്ന് ആ വേദന മാറിയതാ. നീ ചില വീട്ടിൽ കയറിയാൽ നാളുകളായി ബാധിക്കുന്ന ബാധ അവിടെ അഴിയും. ഇതെന്റെ പവറല്ല, ഇറ്റ് ഈസ് ഗോഡ്സ് പവർ. ഈ രാത്രി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കൈകൾ അടിച്ച് ഈ രാത്രി ദൈവത്തെ, ഇത് ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനം. യേശുവിൻ രക്തം ചെയ്യാം, യേശുവിൻ രക്തം ചെയ്യാം. മൂത്തമോൻ ജനിച്ചത് വിക്കനായിട്ടാണ് ജനിച്ചത്. സ്വത്രം തലയും കുത്തിക്കിടന്ന് പ്രാർത്ഥിച്ചു, സ്വത്രം അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചു, ദൈവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിച്ചു, ഒന്നും റെഡിയായില്ല. എൻ്റെ അകത്ത് പറഞ്ഞു, ഈ രോഗത്തെ മാറ്റുന്നവനാ ദൈവം. എത്ര പേര് വിശ്വസിക്കുന്നു? നാക്കെ കൈവച്ച് പ്രാർത്ഥിച്ചു, പലതവണ പ്രാർത്ഥിച്ചു, നടന്നില്ല. പക്ഷേ ഒരു രാത്രി ആ കെട്ടിനെ ദൈവം അഴിച്ചു. ഇന്ന് രാത്രി നീ പിടിക്കേണ്ടതുപോലെ പിടിച്ചാൽ കെട്ടഴിഞ്ഞു മാറിയിരിക്കും. നീ പിടിക്കേണ്ടതുപോലെ പിടിച്ചാൽ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് ഞാൻ ഈ ദൂതങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില മാറാ രോഗങ്ങൾ ഈ രാത്രി അഴിയാൻ പോകുക. ശ്വാസ തടസ്സങ്ങൾ ഈ രാത്രി അഴിയാൻ പോകുക. ഇൻഹേലർ അടിക്കുന്ന വിഷയങ്ങൾ ഈ രാത്രി അഴിയാൻ പോകുക. കരമടിച്ച് ഈ രാത്രി ഒരനോയിന്റിങ് ചലിക്കുന്നു, ഒരഭിഷേകം. തീയുടെ
ഒരു anointing ഇപ്പോൾ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. കൈകൾ അടിച്ച് അല്പസമയങ്ങൾ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ ഒരഭിഷേകം, ഒരഭിഷേകം, ഒരഭിഷേകം. ഇന്ന് വീട്ടിൽ കയറുക, വീട്ടിൽ കയറുക. വൈഡ ബര 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 ബ. വൈഡ കരക തല കടക സൈഡ ബര ബര. പോരാ പോരാ പോരാ. കൈകൾ അടിച്ച് ഈ രാത്രി ആ ദൈവത്തെ സ്തോത്രം. നീ വാ കൊണ്ട് പറയണം, ഷുഗർ നിനക്ക് വരത്തില്ല. ആ ഷുഗറിൻ്റെ കട്ട അഴിയും. അയ്യോ എന്താ എന്നാ വരാത്ത? ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ ഷുഗർ ആയാൽ പോകത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏത് രോഗം മരണകരമായി നിന്നെ കടിച്ചാലോ അത് നിന്നെ ബാധിക്കത്തില്ല. ഇന്ന് രാത്രി ഈ അത്യന്ത ശക്തി, ഈ അത്യന്ത ശക്തി ഇതെന്റെ തോളിലിരിക്കുക. ഒത്തിരി യുവാക്കളാ മോനെ, ഞാൻ ക്യാമ്പിനകത്ത് കടന്ന് കൈയടിച്ച് ജീവിച്ചോന്. ഇപ്പം ഞാൻ ക്യാമ്പ് നടത്തുക. പോസ്റ്റർ ഒട്ടിച്ച് ഞാനിപ്പോൾ ക്യാമ്പ് നടത്തുക. ഒരു ക്യാമ്പിന് പൈസ കൊടുക്കാനില്ലാതെ വെളിയിൽ നിന്നവനാ ഞാൻ. യേശുവിൻ്റെ രക്തം ചെയ്യും. അഭിഷേകം കാര്യം തീരുമാനിക്കും, അഭിഷേകം കാര്യം തീരുമാനിക്കും. ഒരച്ചായനം നിനക്ക് വഴി തുറന്നില്ലെങ്കിലും ദൈവം നിനക്ക് വഴി തുറക്കും. എടാ, ഒരു പണിയും നിന്നെ ഏക്കത്തില്ല, ഒരു പണിയും നിന്നെ പിടിക്കത്തില്ല. നീ ഇതിന്റെ തലയുടെ മുകളിൽ കൂടെ കയറി പിടിക്കുക. തലയുടെ മുകളിൽ കൂടെ ഒരു അനോയിന്റിങ്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഇത് ഞങ്ങളുടെ നിക്ഷേപങ്ങളിൽ ഇത് ഉപയോഗിക്കണ്ടേ? ഉപയോഗിക്കണ്ടേ? എത്ര പേർക്ക് ഇത് ഉപയോഗിക്കണം? അവരുടെ കൈ എനിക്ക് കാണണം. മകളെ, നിങ്ങളുടെ വിഷയം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഉലകത്തിലൊരു അച്ചായനും പ്രാർത്ഥിക്കത്തില്ല. ഇന്ന് നിനക്ക് വേണ്ടത് അടുത്ത വർഷത്തെ പ്രവചനമല്ല, ഇന്ന് കെട്ടിയ കെട്ടിന് നീ അഴിക്കണം. പറ പറ പറ. ഇന്ന് നീ വാ കൊണ്ട് കെട്ടിയ കെട്ടിനെ നീ നിന്റെ വാ കൊണ്ട് ഈ കെട്ടിനെ അഴിക്കാൻ പോവാം. മോനെ, ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചേ മോനെ. മോളെ 1 തീമോത്തിയോസ് 1:12 ഒന്ന് എടുത്ത് വായിച്ചേ മോളെ. 1 Timothy chapter 1:12 ഒന്ന് വായിച്ചേ. എനിക്ക് ശക്തി നൽകിയ, എന്തോ മോനെ? എനിക്ക് ശക്തി നൽകിയ. എഴുതോ പാസ്റ്ററെ, എനിക്ക് ശക്തി. മോനെ, നമുക്ക് ശക്തി നൽകിയത് ഗവൺമെന്റ് അല്ല, എനിക്ക് ശക്തി നൽകിയവൻ. ഓ, ഇന്ന് രാത്രി നിനക്ക് ശക്തി വേണമെന്നല്ല, ശക്തി പ്രാപിക്കണമെന്നല്ല, ഓൾറെഡി ഗിവൻ. എനിക്ക് ശക്തി നൽകിയവൻ. ഭാര്യയെ അടിക്കാനല്ല ശക്തി, പറഞ്ഞ് വഴിയെ പോകുന്നതിനെ തെറി വിളിക്കാനല്ല ശക്തി, ഗോഡ്സ് പവർ യൂസ് ചെയ്യാൻ. ഒന്ന് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കേ, നിനക്ക് യേശു ശക്തി നൽകി. ഓ സ്വത്രം പറഞ്ഞ്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി 2 കൈ ഉയർത്തിട്ട് പറ, എനിക്ക് ശക്തി നൽകിയ ദൈവത്തിന് ഞാൻ സ്തുതിക്കുന്നു. ഇതൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? 100 വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ നെല്ലിക്കമൺ റാന്നിയിൽ കോളറ ബാധിച്ചിട്ട് എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുക, ദേശം മുഴുവൻ മരിച്ചുകൊണ്ടിരിക്കുക.
ഇന്നത്തെ കൊറോണ പോലെ അന്ന് കോളറ. അത് വന്നാൽ മരിച്ച ചരിത്രമേ ഉള്ളൂ. എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മത്തായിച്ചാൻ എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി ഇവിടെ ദീനം പിടിച്ചു കിടക്കുക. APCയുടെ സീനിയർ ഫൗണ്ടറായിരിക്കുന്ന ദൈവദാസൻ K. എബ്രഹാം അപ്പച്ചൻ, അന്നൊരു പുള്ളിക്ക് പഴയ വാഹനമുണ്ട്, മഹീന്ദ്രയുടെ ഒരു ജീപ്പ്. ആ മലയൊക്കെ, ഞങ്ങളുടെ മലയൊക്കെ കയറണമെങ്കിൽ അത്ര ജീപ്പ് ഉണ്ടല്ലേ പറ്റത്തുള്ളൂ. അവിടെ വന്നു. അവിടെ കയറാൻ അപ്പച്ചന് വയ്യ. അപ്പച്ചനോട് പറഞ്ഞു അവിടെ നിന്ന് വരാമോ? അപ്പച്ചൻ പറഞ്ഞു അവിടെ വരാൻ വയ്യ. അപ്പച്ചൻ്റെ തൂവാലെടുത്ത് ഒറ്റ പ്രാർത്ഥന. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുക്കൻ, 13 വയസ്സുകാരൻ ചെറുക്കൻ, അത് അപ്പച്ചൻ്റെ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് ഒറ്റ ഓട്ട ആ മല കയറി മത്തായിയുടെ വീട്ടിൽ ചെന്നിട്ട് കട്ടിലേ കിടക്കുന്ന മത്തായി ശവക്കവറമ്പിൽ എടുക്കാൻ വേണ്ടി കിടക്കുന്ന അപ്പച്ചൻ്റെ ദേഹത്തിലേക്ക് ആ തുണി ഇങ്ങിട്ടു. മോനിങ് ഓടിപ്പോന്നു. വൈകിട്ട് K. എബ്രഹാം അപ്പച്ചന് മൈക്കും പിടിച്ച്, അവിടുത്തെ അന്ന് മൈക്കില്ല, അവിടെ പിടിച്ച് എഴുന്നേറ്റ് നിന്ന് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ മുമ്പിൽ ഇരുന്ന് കൈയടിക്കാൻ മത്തായി. ഇത് ഞങ്ങളുടെ ശക്തിയല്ല, ഇത് ഉയരത്തിലെ ശക്തിയാ. ഇത് ഞങ്ങളുടെ ശക്തിയല്ല, ഇത് ഉയരത്തിലെ ശക്തിയാ. ഇന്ന് രാത്രി ജാക്സൺ പാസ്റ്ററെ, ഞാൻ ഈ ദൂത് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റിജക്റ്റഡ് ആയ ചിലർ ഈ ഹോളി കയറി വരാൻ പോവാ. വൈദ്യശാസ്ത്രം തള്ളിയ ചിലതിനെ കയറി പിടിക്കാൻ നീ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ നടക്കാത്തത് ഒന്ന് നടക്കാൻ പോകുക. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഈ രാത്രി പറ, എൻ്റെ കണ്ണിന് മുമ്പിൽ അത് കാണും, എൻ്റെ കയ്യിലത് കാണും, എൻ്റെ മുമ്പിൽ അത് സംഭവിക്കും. വിശ്വസിക്കുന്നവർ മാത്രം കൈകൾ അടിച്ച് എനിക്ക് ശക്തി നൽകിയ നമ്മുടെ യേശു. ഒന്നടിയോടെ ബൈബിളിൽ കിടക്കുന്നില്ലേ? അവൻ നടന്നു കഴിഞ്ഞപ്പോൾ അവന്റെ റുമാല് വീണപ്പോൾ രോഗികൾ സൗഖ്യമായി. എടാ, റുമാല് നിന്റേതാ, വല്ലോനും തയ്ച്ചതാ റുമാല്. പക്ഷെ അവിടെ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ആയതുകൊണ്ട് റുമാലിനകത്ത് വരെ ദൈവശക്തി വ്യാപരിക്കും. ഈ രാത്രി ഈ തലമുറയോട് ഈ ദൂത് പറയാനാ എന്നെ ഇങ്ങോട്ട് വിട്ടത്. നിന്റെ തൂവാലയ്ക്കകത്ത് വരെ ദൈവശക്തി ഒളിപ്പിക്കുന്ന ഒരഭിഷേകം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ കൈകൾ അടിച്ച് ഈ രാത്രി യേശുവിന് കൈകൾ അടിച്ച് അല്പസമയങ്ങൾ ദൈവത്തെ സ്തുതിച്ചു. ഈ രാത്രി അസാധ്യ കാര്യങ്ങൾ നടക്കുന്ന ഒരു രാത്രിയായി മാറും. എഴുതിയിട്ടു, ഈ രാത്രി ചിലർ എഴുന്നേക്കാൻ പോവാ, ചിലർ വാ തുറന്ന് കൽപ്പിക്കാൻ പോകുക. ഇത് മക്കളെ, ഇത് നമ്മുടെ ശക്തിയല്ല, ഇത് ദാനമാ. ഇത് ദാനമാ. വെള്ള ഉടുപ്പിട്ടവർക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശിമാർക്ക് മാത്രമല്ല, വിശ്വസിക്കുന്ന നിന്റെ മേൽ ഇത് ദാനമാ. ഈ അത്യന്ത ശക്തി ഈ രാത്രി കയറി പിടിക്കാമെങ്കിൽ ഈ രാത്രി കയറി പിടിക്കുക. ഒരു അഭിഷേകത്തിന്റെ പകർച്ച. ഇവിടെ ചിലർ മരണത്തെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചില അമ്മമാരുണ്ട്, ചില മരണം വീട്ടിൽ കയറിയതാ, അതിനെ റിവേഴ്സ് ചെയ്തത് നിന്റെ മാവിൻ്റെ ശക്തിയാ. ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. നീ കയറി പിടിച്ചതുകൊണ്ടാ അത് വഴി മാറിപ്പോയത്. ഓ യേശുവിൻ രക്തം ജയ. യേശുവിൻ ദൈവവാസി 2022 മുതൽ നടക്കാത്ത വലിയ ഗ്ലോറിയിലേക്ക്, ഒന്നുകൂടെ പറഞ്ഞാൽ കഴിഞ്ഞ 3.5 വർഷം നടക്കാത്ത വലിയ ഗ്ലോറിയിലേക്ക് അടുത്ത 3.5 വർഷം നീയും നിന്റെ ഫാമിലി എൻ്റർ ചെയ്യാൻ പോവാ. പാസ്റ്റർ ലോഡ്സൺ കേട്ടോ, കഴിഞ്ഞ 3.5 വർഷം നടക്കാത്തത് അടുത്ത 3.5 വർഷം നിന്റെ ലൈഫിൽ പോരാ 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 പോരാ. കൈകൾ അടിച്ച് ഈ രാത്രി
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എത്ര പേരോട് സംസാരിക്കുന്നു? അവരുടെ കൈ എനിക്കൊന്ന് കാണണം. പാട്ട് പാടുന്ന ഒരാൾ ഇങ്ങോട്ട് കയറി വന്നേ. ഓടി വാ മോനെ. വെറുതെ പാട്ട് പാടിയാൽ മതിയോ? പാട്ടിൻ്റെ അകത്ത് ശക്തി ഇറങ്ങണോ? അതോ ലോർഡ്സൺ പാസ്റ്ററെ പോലെ നാളെ അമേരിക്കയിലും കാനഡയിലും ചുമ്മാതെ പോയാൽ മതിയോ? അതോ ശക്തി വേണോ? ഇനി ഉറക്കെ പറയണം, ഉറക്കെ പറയണം, ഉറക്കെ പറ. ഉറപ്പാണേ, ജിബിൻ പാടിയാൽ പാട്ടായിട്ട് ഇനിയും പോകത്തില്ല. മ്യൂസിഷ്യൻ എല്ലാം ഇന്ന് രാത്രി കയറി പിടിച്ചോണം. നീ എങ്ങാനും വായിച്ചാൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരെല്ലാം കൈപൊക്കിക്ക്. ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരെല്ലാം കൈപൊക്കിക്ക്. ഈ രാത്രി ആത്മാവ് ഞാൻ പറയുക, നീ എങ്ങാനും ഇൻസ്ട്രുമെന്റ് വായിച്ചാൽ ഭൂതാത്മാക്കൾ അഴിഞ്ഞേ കയറി പിടിക്കാക്കി പിടിക്കുക. കയറി പിടിക്കുക. തീ 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 തീ. ഒരഭിഷേകം ഈ രാത്രി ചലിക്കുന്നു. ഈ രാത്രി ഒരഭിഷേകം ചലിക്കുന്നു. ജിബിനെ ഒരു പവർ നിന്റെ മേൽ ഇറങ്ങുക. ഈ രാത്രി 24 വർഷം ഞാൻ ക്യാരി ചെയ്ത ഒരു അനോയിന്റിംഗ് നിന്റെ തലമുണ്ടെങ്കിൽ ഒരഭിഷേകം. മോനെ, മ്യൂസിഷ്യന്മാരെല്ലാം ഇങ്ങോട്ട് വന്നേ. മക്കളെ, ദാവീദുണ്ടല്ലോ മക്കളെ, ചുമ്മാതെ വായിക്കുന്നവൻ. നിങ്ങളിനി 500-നും 1000-നും 10,000-നും വേണ്ടി വായിക്കുന്ന വെറും മനുഷ്യരല്ല, ദൈവത്തിൻ്റെ ശക്തി വഹിക്കുന്നവരാണ്. മക്കളെ, ഇന്ന് രാത്രി ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ഈ രാത്രി ഇത് വിശ്വസിക്കാൻ പറ്റുമോ? നീ എങ്ങാനും വായിച്ചാൽ രാജാവിൻ്റെ ദുരാത്മാവ് വരെ അഴിച്ചു ഈ ടീമിനെ നോക്കി ഞാൻ പ്രവചിക്കുക, രാജാക്കന്മാരുടെ ദുരാത്മാക്കളെ അഴിച്ചുവിടാൻ. കയറി പിടിക്കും മക്കളെ, കയറി പിടിക്കുക. അഭിഷേകം കൈകൾ അടിച്ച് ഈ രാത്രി നീ എങ്ങാനും വായിച്ചാൽ ചില ദുരാത്മാവ് അഴിയും. മക്കളെ, വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇതുവരെ നടന്നില്ലല്ലേ? ഇന്ന് നടക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മോനെ, നിന്റെ പേരെന്തോടാ? ഡേവിസ് വായിക്കുമ്പോൾ ഭൂതം എഴഞ്ഞു വരണം. മോനെ, നീ ഇവിടെ വരേണ്ടതല്ല, നിന്നെ ഇവിടെ വരുത്തിയതാ. നീ മേഖലയിൽ കയറേണ്ടിയവനല്ല, നീ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നു. ഇന്ന് രാത്രി ദൈവം എന്നോട് ഡേവിസിനോട് പറയാൻ പറയുന്നു, നീ എങ്ങാനും വായിച്ചാൽ ഇളകി കാലേ വരുന്ന ഒരു അനോയിന്റിങ് ഇന്ന് രാത്രി ഇവിടെ വീഴാൻ പോകും. മക്കളെ, നിങ്ങളെ നോക്കി എനിക്കോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുക. കേൾക്കാൻ റെഡിയാണോ? അഭിഷേകമുള്ളവൻ ബോട്ടെ കിടന്ന് ഉറങ്ങിയാൽ മതി. ഗദരദേശത്തെ ഭൂതങ്ങൾ ഇളകും. ഈ രാത്രി എന്താ പാസ്റ്റേ പിടിച്ചോ കയറി? ഈ രാത്രി ചിലർ കയറി പിടിക്കുക. അഭിഷേകമുള്ളവൻ കയറി പിടിക്കുക. അഭിഷേകമുള്ളവൻ പറ.
ബോട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ മതി. ശാസിക്കണ്ട. ഗദരദേശത്ത് കിടക്കുന്ന ഭൂതങ്ങൾ ഇളകാൻ പോവാ. ഈ ടീമിനെ നോക്കി ഞാൻ ആത്മാവിൽ പറയാ, ഇപ്പോൾ പാസ്റ്റർ ലോഡ്സൺ ഒറ്റയ്ക്കാ പോകുന്നത്. ഒരു പടയായിട്ട് ഇറങ്ങേണ്ടി വരും. നിങ്ങൾക്ക് വലിയ വാഹനം വരും, വലിയ ടെന്റിടുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് വരുന്ന കാഴ്ച ആത്മാവിനെ കാണിക്കുന്നു. ഗ്ലോറി ടെന്റിന്റെ വാഹനങ്ങൾ ഈ രാത്രി ഇവിടെ വീഴും. ഈ രാത്രി ഒരു അനോയിന്റിങ് ഇവിടെ റിലീസ്. പോരാ 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 പോരാ, കേറി പിടിക്ക്, കേറി പിടിക്ക്. ഇന്ന് രാത്രി ഒരു അഭിഷേകം. ചാട്ട് ചെയ്ത് ചിലത് നിങ്ങൾ രാജ്യങ്ങളിൽ ഇറങ്ങുന്ന ഒരഭിഷേകം ഇവിടെ കിടക്കുന്ന ഒരു കാഴ്ച ആത്മാവിനെ കാണിക്കുന്നു. മോനെ, അപ്പുറത്തെ ചങ്കരനും വായിക്കുന്ന കിന്നരവുമാ, ദാവീദും വായിക്കുന്ന കിന്നരവുമാ. ചങ്കരൻ വായിക്കുന്നതല്ല ദാവീദ് വായിക്കുന്നേ. അഭിഷേകമുള്ള നീ വായിച്ചാൽ, അഭിഷേകമുള്ള നീ വായിച്ചാൽ രാജകൊട്ടാരത്തിലെ ഭൂതങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. ദുരാത്മാക്കളെ അഴിക്കുന്ന ഞാൻ ഈ ടീമിനെ നോക്കി ഇങ്ങനെ പ്രവചിക്കുക. കൊച്ചിക്കകത്തെ ദുരാത്മ വ്യാപാരത്തെ അഴിക്കാൻ കേറി പിടിക്കുക. ഇന്ന് രാത്രി അങ്ങനെ ഒരു അനോയിന്റിങ് ഇവിടെ വ്യാപരിക്കുന്നു. ഒരഭിഷേകം ഈ രാത്രി. മോനെ, നിങ്ങൾ ഇനി സാധാരണക്കാരല്ല. ദേശത്തിന്റെ ശക്തികൾ ഇളകും, ദേശത്തിന്റെ ശക്തികൾ ഇളകും. അത്രയും അഭിഷേകം കൈകാര്യം ചെയ്യുന്ന ഒരു ടീമായി ഇത് തീരാൻ പോകുക. ഇന്ന് രാത്രി പറ, ഞങ്ങൾ അഭിഷേകം കൈകാര്യം ചെയ്യാൻ പോവാ. മോനെ പേരെന്തോടാ? ജോയലേ. എൻ്റെ മോൻ്റെ പേരും ജോയലാണോടാ? ജോയലേ, യുദ്ധത്തിന് ആര് പുറപ്പെടട്ടെ എന്ന് ചോദിച്ചപ്പോഴേ ആ കഴിവുള്ള മസിൽമാൻ പുറപ്പെടട്ടെ എന്നല്ല പറഞ്ഞത്. ജോയല് പറ മോനെ, ആര് പുറപ്പെടട്ടെ? ആ കാണാൻ കൊള്ളാം ആ പുള്ളി പോട്ടെന്നല്ല. സ്തുതിക്കുന്നവൻ, സ്തുതിക്കുന്നവൻ, സ്തുതിക്കുന്ന ജോയല് പോയാ മതി. ജോയല് നിന്റെ വഴി ഇന്ന് രാത്രി തുറക്കും. കട്ട 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 സീനടിക്കുന്നത് ഞാൻ കാണുക. വഴി തുറക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ രാത്രി? നിന്റെ വഴി തുറക്കാൻ പോകുക, നിന്റെ വഴി തുറക്കാൻ പോകുക. ഈ രാത്രി ചില ഡോറുകൾ ഈ സഭയ്ക്ക് വേണ്ടി ഞാൻ തുറക്കുക. സ്തുതിക്കുന്നവൻ, സ്തുതിക്കുന്നവൻ, പറ പറ, സ്തുതിക്കുന്നവൻ, സ്തുതിക്കുന്നവൻ. യുദ്ധത്തിന് വാള് വേണ്ട, യുദ്ധത്തിന് മണി വേണ്ട, യുദ്ധം ജയിക്കാൻ പവർ വേണ്ട. സ്തുതിക്കുന്ന ഒരുത്തൻ ഫ്രണ്ടിൽ വന്നാൽ നിന്റെ കുടുംബം രക്ഷപ്പെടും. മോനെ, ഇവിടെ ഇരുന്ന് അടിക്കുന്ന നീ വീട്ടിൽ ചെന്ന് അന്യഭാഷ പറഞ്ഞ് അടി അങ്ങോട്ട് തുടങ്ങണം. ജോയിലേ, പബ്ലിക്കിൽ സ്തുതിക്കുന്ന നീ വീട്ടിൽ ചെന്ന് സ്തുതിക്കണം. കട്ട 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 കട്ട. ഇവിടെ കൈയടിക്കുന്ന ഇതേ ശക്തി നിന്റെ വീട്ടിനകത്ത്. ഈ രാത്രി ഒരു അനോയിന്റിങ്. മോനെ ജിവിനെ, സ്വത്രം. ഇപ്പോഴല്ലേ 4 പേര് വിളിക്കുന്നത്? സ്വത്രം. പണ്ട് ആരുണ്ട് വിളിക്കാൻ? എൻ്റെ ജോയിലെ വീട്ടിലതോട് കയറി നിൽക്കും. കൊരിന്ത്യലേഖനം, എഫേസ്യ ലേഖനം ഒക്കെ തുറന്നങ്ങോട്ട് വെക്കും. മമ്മിയുണ്ട്, പെങ്ങളും ഉണ്ട്, നിന്ന് പ്രസംഗിക്കുമോ?
5000 പേര് മുമ്പിൽ കാണുന്നല്ലോ, അമ്മാതിരി അലയലിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ മമ്മി പെങ്ങളെ കാലും നിവർത്തി കിടന്ന് ഉറങ്ങുന്നേ. വല്ലതൊക്കെ പറയണമെന്നുണ്ട്, പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉറങ്ങിയാലും വേണ്ടില്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഒന്നും മിണ്ടുന്നില്ല. നീ കൈയടിക്കണ്ട, ദേശങ്ങൾ കൈയടക്കുന്നത് ഞാൻ കാണുന്നു. മോനെ വിശ്വാസത്തിൽ അങ്ങ് പറയുക, എൻ്റെ വീട്ടിൻ്റെ കെട്ടഴിച്ചത് വെളിയിൽ നിന്ന് വന്നൊരുത്തനല്ല, പുസ്തകം തുറന്ന് വായന തുടങ്ങി കെട്ടുകൾ അഴിയുന്ന ഞാൻ കണ്ടു. കെട്ടുകൾ അഴിയുന്ന ഞാൻ കണ്ടു. നിന്നെ കെട്ടാൻ ആർക്കാണ് കഴിയുന്നത്? അവൻ്റെ മുകളിലെ കെട്ട് നീ അഴിയും. മോനെ ജോലി ഓടി വന്നാടാ മക്കളെ. മോനെ 25 ഒന്ന് വയറ്റിക്കൂടെ വയറിടാ മോനെ. 25 അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു. പാട്ടുകാരുള്ള ദൂത് എന്തോ വേണം? പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു. പ്രാർത്ഥന. ജോലി എന്തോ വേണ്ടിയത്? പ്രാർത്ഥന. മക്കളെ എന്തോ വേണ്ടിയത്? പ്രാർത്ഥിച്ച നീ അടുത്തത് പാട്ടിക്കറണം. മോനെ 3 മണിക്കൂർ പ്രാർത്ഥിച്ച ജോയല് ഒറ്റ സെക്കൻഡിൽ പാട്ടിക്കയറുമ്പോൾ കരമടിച്ച് ദൈവത്തെ സ്തുതിക്ക്. അത്യന്ത ശക്തി. പ്രയറിന്റെ ഒരു അനോയിന്റിങ് ഈ രാത്രി ഇവിടെ വീഴുക. മോനെ ഈ വേണ്ട പേരൊന്നും മക്കളെ. എടാ മോനെ ജോയിലെ പോകല്ലേടാ, ഇവിടെ നിൽക്കടാ, എല്ലാവരും ഒരുമിച്ചാ പ്രസംഗിക്കുന്നത്. ഇങ്ങോട്ട് വാ മോനെ. പേരെന്തോ മോനെ? ഒന്ന് വായിച്ചേ. അലക്സ് എന്തോ ചെയ്യുക ആണ്? ഒന്ന് വായിച്ചോ. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി. അർദ്ധരാത്രി. മിണ്ടുന്നില്ല. എൽദോ ബസ്രേ, പോത്തുപോലെ കിടക്കാനല്ല നിന്റെ വിളി. അർദ്ധരാത്രി. മോനെ ഒന്നുകൂടെ പേര് പറഞ്ഞേ. അലക്സേ, ഇന്ന് മുതൽ അർദ്ധരാത്രിയിൽ അലക്സ് എഴുന്നേക്കും. ഡിയോൾ എഴുന്നേക്കും. അർദ്ധരാത്രിയിൽ മൊബൈൽ തപ്പാനല്ല, പ്രാർത്ഥിക്കാൻ. കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിക്ക്. അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കാൻ എഴുന്നേക്കാൻ പറയാ. കട്ടച്ചാലം. ചില അമ്മമാര് അർദ്ധരാത്രി എഴുന്നേക്കാൻ പോകുക. ചില അപ്പന്മാര് അർദ്ധരാത്രിയിൽ എഴുന്നേക്കാൻ പോകുക. മോനെ ജോലെ, ഇന്ന് മുതൽ രാത്രി എഴുന്നേക്കാൻ പോവാ. റെഡിയാണോ മക്കളെ? 10 മണി കഴിഞ്ഞാൽ ഈ കുന്തമെടുത്ത് ദൂരെ കളയണം. പറഞ്ഞേ, ഇതെടുത്ത് മാറ്റി വെക്കണം. അർദ്ധരാത്രി നീ എഴുന്നേക്കാൻ പോവാ. നിന്റെ മേൽ ഉയരത്തിലെ ശക്തി അടിക്കാൻ പോവാ. മോനെ ഞാൻ ആത്മാവിൽ കാണുക. ഗ്ലോറി ടെന്റിനകത്ത് ഗ്ലോറി ഇറങ്ങുന്നു. മണലുമായിട്ട് ബന്ധപ്പെട്ട്, ആറുമായിട്ട് ബന്ധപ്പെട്ട് വർഷാന്തരങ്ങൾ കൺവെൻഷനുകൾ ഇവിടെ വരാൻ പോവാ. ചിലത് ഇളകി താഴെ വീഴും. വിശ്വസിക്കുന്നവർ മാത്രം കാര്യങ്ങൾ അടിച്ചു. മോനെ ആ വാക്യം ഒന്ന് ശോഭിസപ്പണേ. അവന്റെ വിരലുകളെ അവന് അഭ്യസിപ്പിച്ചു. പത്രം സങ്കീർത്തന കിടപ്പുണ്ട്. മോനെ ഒന്ന് ഗൂഗിൾ തപ്പട. അവന്റെ വിരലുകളെ പോരിനായി, അവന്റെ വിരലുകളെ സ്വത്രം പറ, പോരിനായി വിരലുകൾ.
വിരലുകൾ അവനെ അഭ്യസിപ്പിക്കാൻ പോകുക. ഈ രാത്രി ഞാൻ ആത്മ കണ്ണി കാണുക. ചിലർ കൈ അടിച്ചാൽ വിടുതല. മക്കളെ, മോനെ, ഇവിടെ നമ്മൾ പലയിടത്തും കണ്ടില്ലടാ. എവിടെയാടാ നിങ്ങൾ കണ്ട്? ആട്ടൂര്. പിന്നെ പേര് നമ്മൾ പറഞ്ഞു. മനു ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ ഭൂത വിളകും. മനു ഇങ്ങനെ വായിക്കുമ്പോൾ ഉയരത്തിലെ ശക്തി അടിക്കും. ലോഡ്സൺ പാസ്റ്ററുടെ വൈഫിന്റെ ജസ്ന അല്ലേ? ജസ്ന സിസ്റ്ററെ, ഇവരെയൊക്കെ നോക്കിക്കോണം കേട്ടോ. രാത്രി വിളിച്ച് ചോദിക്കണം മനുവെ പ്രാർത്ഥിക്കുവാണോടാന്ന് ചോദിക്കണം. ചെവിക്ക് പിടിക്കണം. എന്നാ പറ്റാതെ? ചെവിക്ക് പിടിക്കണം. മനുവെ, നീ എന്തോ ചെയ്യുക? അർദ്ധരാത്രി എഴുന്നേക്കുക. എന്തിനാ? ചാറ്റ് ചെയ്യാനല്ല, ഉയരത്തിലെ ശക്തി. ഈ ടീമിന്റെ അവസ്ഥ തിരിയാൻ പോവാ. മക്കളെ, ഇന്ന് രാത്രി ഞാൻ ചുമ്മാ നമ്മൾ റാന്നിന്ന് വന്നത്. നിന്റെ തലയിൽ അഭിഷേകം ഉറങ്ങും. 24 വർഷം ഞാൻ ക്യാരി ചെയ്തൊരു അപ്പനുമായിട്ടാ ഈ കോമ്പൗണ്ട് കയറി വന്നത്. ഞാൻ വെറുതെ കയറി വന്നതല്ല, എൻ്റെ ദൈവം എന്നെ അയച്ചു കയറി വന്ന. പക്ഷേ ഇന്ന് രാത്രി എഴുതി കിട്ടോ, കൈക്കകത്ത് ശക്തി വ്യാപരിക്കും, കണ്ണിനകത്ത് ശക്തി വ്യാപരിക്കും, തലമുറയ്ക്കകത്ത് ശക്തി വ്യാപരിക്കും. അർദ്ധരാത്രിയിൽ എഴുന്നേക്കാൻ പോകുക. അർദ്ധരാത്രിയിൽ എഴുന്നേക്കാൻ പോകുക. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ കയറാൻ പോകുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പാട്ട് പാടാൻ പോകുക. പൂട്ടിയ പൂട്ടുകൾ ഈ രാത്രി അഴിയും. എന്നോട് ദൈവം പറയുന്നു, മക്കളെ, അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ എത്രയാണ് അവനെ സമയം? ശേഷം ജോയൽ ഒരു ഡിപ്ലോമാറ്റിക് ആൻസറാണ് പറഞ്ഞത്. 12 മണിക്ക് ശേഷം എപ്പോഴാണേലും പറ. ജോല, ഞാനൊരു ഡ്രൈവർ ആയതുകൊണ്ട് അർദ്ധരാത്രി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ ഓഫ് ആകുന്നത് 2 AM to 4 AM. ഞങ്ങൾ ഹൈദരാബാദൊക്കെ ഒറ്റയടിക്ക് ഞങ്ങൾ വണ്ടി ഓടിക്കുന്നവരാണ്. ഇപ്പം ഇച്ചിരി പാടാ. ഡ്രൈവർ ആയിരുന്നല്ലോ, അതിൻ്റെയൊക്കെ ബ്ലെസ്സിങ്ങാ. ഗുണമുള്ളവൻ്റെ പുറകെയൊക്കെ നടക്ക്, സാധനം ഇങ്ങ് വീഴും. ഒന്നും മിണ്ടുന്നില്ല. ഇനി ഒരു ഗുണവും ഇല്ലാത്തതിന് കണ്ടില്ല, യേശുവിൻ്റെ പുറകെ അങ്ങ് നടക്ക്. മോനെ ജോയലേ, അർദ്ധരാത്രി എഴുന്നേക്കാൻ പോവാം. 12 മുതൽ ഒരു 3 മണി വരെ കയറി അങ്ങോട്ട് പിടിക്കാൻ പോവാ. എന്തിനു വേണ്ടിയെന്നറിയാമോ? ഉയരത്തിലെ ശക്തി ഇന്ന് എൻ്റെ ശരീരത്തിലൊന്ന് ഇറങ്ങാൻ പോവാ. കൈയടിക്കാനുള്ള വകുപ്പില്ല, ദേഹമാസകലം മുറിഞ്ഞു കിടക്കുക, പക്ഷെ പൂട്ട് വീണ് കിടക്കുക, കുഴപ്പമില്ല. അർദ്ധരാത്രിയിൽ എഴുന്നേക്കുന്നത് പിറുപിറുക്കാനല്ല, അർദ്ധരാത്രിയിൽ എഴുന്നേക്കുന്നത് പ്രാർത്ഥിക്കാനാ. ഓൺലൈനിൽ കേൾക്കുന്നവരോട് ഈ രാത്രി ഞാൻ ദൂത് പറയാ, അർദ്ധരാത്രിയിൽ നീ വേക്കപ്പ്. മോനെ, എന്നിട്ട് എന്തോ സംഭവിച്ചു? പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി. തടവുകാർ, മോനെ നിന്റെ പേരെന്തോടാ? ബെസ്റ്റിൻ. ഈ പേരൊക്കെ എന്തോ? പാസ്റ്റർ ബെസ്റ്റിൻ. പുറകെ നിൽക്കാവുന്ന ബെസ്റ്റിനെ നീ വന്നത്, നീ ഫ്രണ്ടിൽ കയറുന്ന ഞാൻ കാണുക. വെറും ബെസ്റ്റിൻ പാസ്റ്റർ ബെസ്റ്റിൻ ആകും. മോനെ, ഞാൻ വെറുതെ പേരൊന്നും വിളിക്കുന്നതല്ല, വിളിച്ചാ വിളിയാ. ശിവൻ രക്തം ചെയ്യാം, ശിവൻ രക്തം ചെയ്യാം. എൻ്റെ കൂടെ പണ്ട് കീബോർഡ് വായിക്കുന്ന ഒരു ദിവാസം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ മൂത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിന്റെ കീബോർഡൊക്കെ എടുത്ത് തോട്ടിക്കളഞ്ഞു. അവനങ്ങ് ഒഫൻഡഡ് ആയിപ്പോയി. കീബോർഡോ ഭയങ്കര വില കൊടുത്ത് പഠിച്ചു. ഞാൻ പറഞ്ഞടാ, കീബോർഡിൻ്റെ കാര്യമല്ല, ആത്മാവി പറഞ്ഞതാ. നീ കീബോർഡ് വായിക്കാനുള്ളവനല്ല. പിന്നെ ആരാ നീ? ഇടയനോ? ഇന്ന് 200 പേരുടെ പാസ്റ്റർ അവൻ. അവൻ്റെ ചർച്ച ഞാൻ കഴിഞ്ഞ ദിവസം പോയി. 3 കീബോർഡിസ്റ്റ് അവന്. ഞാൻ പറഞ്ഞടാ, ഇവന്മാരെ നീ അഴിച്ചു വിടണം. ഒന്നും മിണ്ടുന്നില്ല. ഞങ്ങൾക്ക് നല്ല കീബോർഡിനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ പുറയിരിക്കുന്നു ചിലർ മുമ്പിൽ വരാൻ പോവാ. അർദ്ധരാത്രിയിൽ ചിലർ എഴുന്നേക്കും. ഓ സ്വത്രം. മോനെ ബെസ്റ്റിനെ, തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അപ്പം ബെസ്റ്റിൻ്റെ പ്രയർ ആര് കേൾക്കണം?
തടവുകാർ കേൾക്കണം. ചിലർ എഴുന്നേറ്റിട്ട് മുറിക്കകത്തിരിക്കുമേ, കട്ടിലിരിക്കും, പ്രാർത്ഥിക്കുക. ഇങ്ങനെ കറങ്ങരുത്, വാ തുറന്ന് വല്ലതും പറയണം. അങ്ങനെയൊക്കെ കണ്ടുവരുമെന്ന് കൈപൊക്കാമോ? പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്നു, വെട്ടി വെട്ടി അങ്ങ് താഴെ വീഴുക. വലിയ വെട്ടൽ വേണ്ട, കേക്കത്തക്കവണ്ണം പ്രാർത്ഥന കയറിക്കോ. ജീവനെ അത് ആരും കേൾപ്പിക്കാനല്ല, ഇതൊരു അനോയിന്റിങ്ങാ. നിന്റെ പ്രാർത്ഥന നിന്റെ മാത്രം കെട്ടഴിക്കുമല്ല, ചിലതിൻ്റെ കൂടെ കെട്ടഴിക്കും. ഗ്ലോറി ടെൻറ്റിനകത്ത് ഞാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. നിന്റെ പ്രയറിൽ ചിലത് നടക്കും. അൺയൂഷ്വൽ കാര്യങ്ങൾ മോനെ. ഈ ഭൂകമ്പം തകർക്കാനല്ല, ഈ എർത്ത് കേക്ക് നിന്നെ മൂടാനല്ല, ചില കെട്ടഴിക്കാൻ. ഓ സ്വത്രം പറ. ഇന്ന് രാത്രി ചില പ്രാർത്ഥിക്കാൻ കയറാൻ പോവാ. പെട്ടെന്ന് പറ, പെട്ടെന്ന്. അലക്സ, എന്താ ഇന്നലത്തെ തോത്? അഭിഷേകമുള്ളവൻ പ്രാർത്ഥിക്കാൻ കയറിയാൽ പെട്ടെന്ന്. പറഞ്ഞേ 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 പറഞ്ഞേ. എങ്ങനെ 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 പറഞ്ഞേ? നടക്കുമല്ലോ. ഇനി 6-ാം മാസം വിടുതലെന്ന് പറഞ്ഞ വെയിറ്റ് എന്ന് പറ. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. അലക്സേ, 7-ാം മാസത്തിലെ വിടുതൽ അല്ലല്ല, ഈ രാത്രി ഞാനൊന്ന് കയറാൻ പോവാം. ഓ 10-ാം മാസം ഒരു വിടുതൽ കാണുന്നു. വെയിറ്റ്, ഈ രാത്രി ഞാനൊന്ന് കയറാൻ പോകാം. പ്രാർത്ഥന റൂമിൽ കയറുന്ന നിന്നോട് പരിശുദ്ധ ദൂത് പറയാം, പെട്ടെന്ന്. ഗ്ലോറി ടെന്റിനെ നോക്കി ഈ രാത്രി ഞാൻ ദൂത് പറയുന്നു, പെട്ടെന്ന്. ജോയിലെ റിസീവ് ചെയ്യണം, പെട്ടെന്ന് പറ, പെട്ടെന്ന് പറഞ്ഞേ. ജസ്ന സിസ്റ്ററെ, പെട്ടെന്ന് ഇവിടുന്ന് മാറും. പെട്ടെന്ന് പറ, പെട്ടെന്ന് ടീമായി യാത്ര ചെയ്യും. പെട്ടെന്ന് വാഹനങ്ങൾ വരും. അർബേനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ കേട്ടോ. ടീമായി പോകാൻ അർബേനിയ വരുന്നുണ്ട്. കാരം അടിച്ച് ദൈവത്തെ അങ്ങ് സ്തുതിച്ചോ. ടെമ്പോ ട്രാവലുകൾ കയറി വരുന്നു. ജോയലേ, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലൊക്കെയും അഭിഷേകമുള്ളവൻ പ്രാർത്ഥിച്ചാൽ നിന്റെ മാത്രം ഡോറല്ല, സകല പൂട്ടിയ വാതിലും തുറക്കും. ഈ രാത്രി അഭിഷേകമുള്ള നീ കൈയടിച്ചാൽ ഡോറുകളെല്ലാം ഓപ്പൺ ആകും. 2026 ജൂലൈ ഞാൻ പ്രവചിക്കുക, every doors will be open, every closed door will be opened in the name of Jesus. എല്ലാ പൂട്ടും അഴിയും, എല്ലാ താഴും പൊട്ടും, എല്ലാ ആമും ഈ രാത്രി പൊട്ടാൻ പോകുക. മോനെ ഒരു വാക്യം കൊണ്ട് വായിക്കണം. 2 കൊരിന്ത്യർ 11-ാം അധ്യായം മോനെ 32. 2 Corinthians chapter 11 verse 32. ദമസ്കോസിലെ അരേദ രാജാവിന്റെ നാടുവാഴി എന്നെ പിടിപ്പാൻ ഇച്ഛിച്ചു. ദമസ്കോസ്, അഭിഷേകം വീണ സ്ഥലത്ത് നിന്നെ പിടിക്കാൻ ആൾക്കാർ നോക്കും. നിന്നെ പിടിച്ചാൽ ചിലതൊക്കെ നടക്കുമെന്ന് ഞാൻ അറിയാം. അടുത്ത കേട്ടോണം, നിന്നെ പിടിപ്പാൻ ഇച്ഛിച്ചു. അടുത്ത വാക്ക്, ദമസ്ക പട്ടണത്തെ കാവൽ വെച്ച് കാത്തു. ജാക്സൺ പാസ്റ്റർ എന്തുവാ? കാവൽ വെച്ച് കാത്തു. അഭിഷേകമുള്ളവനെ കാവൽ വെച്ച് കാത്തു. അടുത്ത വാക്ക്, എന്നാൽ അവർ എന്നെ മതിലിലുള്ള ഒരു കിളിവാതിൽ വഴിയായി ഒരു കുട്ടയിൽ ഇറക്കി വിട്ടു. ഡിയോളെ എവിടെ കൂടെ വിട്ടെന്നാ പറയുന്നേ? മതിലിലുള്ള ഒരു കിളി വാതിലിൽ കൂടെ. അതിന്റെ അർത്ഥം എന്തോ ഡിയോളെ? കിളിവാതിൽ. മോനെ അലക്സേ ചെറുത്, മോനെ ജിവിയെ ചെറുത്. ലിതോ പാസ്റ്ററെ
ഇവരെല്ലാം പറഞ്ഞ ചെറുതെന്നാ. എൻ്റെ ഭാഷ ഞാൻ പറയാം, കിളി പോകുന്ന വാതിലാണ് കിളിവാതിൽ. ഓ, ഒന്ന് സ്വോത്രം പറയും പോകും. പിന്നെ കിളി പോകുന്ന വാതിലിൽ കൂടെ പിന്നെ എന്നെ മൃഗം പോകും. പറ, കിളിവാതിൽ വഴി. ഈ സൈസ് ഉള്ളവനെയൊക്കെ എങ്ങനെ അതിനകത്തൂടെ ഇറക്കി വിടാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പിന്നെ നിന്നെ ആണെങ്കിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാ. വല്ല ഡിയോളിനെ ആണെന്നെങ്കിൽ വേണമെങ്കിൽ കൊട്ടയ്ക്കകത്ത്. ഇംഗ്ലീഷിൽ കിടക്കുന്നത് ബാസ്ക്കറ്റ് എന്നാണ്. മോനെ, ബാസ്ക്കറ്റിൻ്റെയൊക്കെ കപ്പാസിറ്റി ഒരു 10 കിലോ കാണും. മനുവിനെ വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. മിണ്ടുന്നില്ല. അഭിഷേകമുള്ളവൻ ബാസ്ക്കറ്റ് മതി, നിന്നെ എടുത്ത് വോളിയിടും. ഞാൻ ആത്മാവിൽ പറയാ, ഗ്ലോറി ടെൻറ്റിൽ വഴിയില്ലാത്തടത്ത് നിനക്ക് വഴിയുണ്ടാവും. വഴിയില്ലാത്തടത്ത് നിനക്ക് വഴിയുണ്ടാവും. മോനെ, ഡിയോളെ കിളിവാതിലിട്ട് എന്തിനാണെന്നറിയാമോ? നീ ഭോഗത്തില്ലെന്ന് തോന്നി, അത് വെറും തോന്നല. അഭിഷേകമുള്ളവൻ കിളിവാതിലൂടെ കരങ്ങൾ അടിച്ച് ദൈവത്തെ പോരാ 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 കരങ്ങൾ അടിച്ച് അഭിഷേകം ഇറങ്ങുന്നു, ഒരനോയിന്റിങ് ഇറങ്ങുന്നു. മോളെ, ഒരു വാക്യം കൂടെ വായിക്കണം. ഈ സമയം ശരിയാണോ മോനെ ജബി? നിങ്ങളുടെ വാച്ചിനകത്ത് സെയിം ആണോ? യസ്ന സിസ്റ്ററെ, ഈ വാച്ചൊക്കെ എന്തോ ആന്നാ? ആക്സിഡൻ്റ് പറയുമ്പോഴും ഒരു മൂളലില്ല. വേഗത്തിൽ നിർത്ത്, എനിക്ക് വിശക്കുന്ന ആക്സിഡൻ്റ്. റാമി, നീ ഇവിടെ ഇത്രയും വന്നിട്ട് വല്ലതൊക്കെ പറയണ്ടേ? ഓ, ആരോട് പറയാൻ, ആര് കേൾക്കാനാ? അഭിഷേകം വേണോ? ചുമ്മാ ഇങ്ങനെ കൈയടിച്ചിട്ട് പോയാൽ മതിയോ? ഇന്ന് വല്ലതും നടക്കും. പറ, ഇന്ന് വല്ലതും നടന്നേ പോകത്തുള്ളൂ. ഇന്ന് രാത്രി ചിലത് സംഭവിക്കാതെ. എന്താ പക്ഷേ രാത്രി എഴുന്നേക്കണം ഉണ്ടെന്നില്ല. ഡ്യൂട്ടിക്കൊക്കെ പോകാൻ റെഡിയാ. ശോഭി സിസ്റ്ററെ, രാത്രി എഴുന്നേക്കണം. ഞാൻ സിസ്റ്ററെ, രാത്രി എഴുന്നേക്കണം. എത്ര പേർ റെഡിയാ മക്കളെ? മൊബൈൽ 10 മണി കഴിഞ്ഞാൽ ഒറ്റ എടുത്തന്നെ കണ്ടുപോയില്ലേ? ഒന്നും മിണ്ടുന്നില്ല. നിങ്ങളെല്ലാം നല്ല കുഞ്ഞുങ്ങളാണ്. എഴുന്നേക്കം. നമ്മൾ എന്തോ പോകാൻ പോവാ? പ്രാർത്ഥിക്കാൻ പോവാ. പ്രാർത്ഥിച്ചാൽ ഇന്ന് വിടുതല. ശക്തി കൈകാര്യം ചെയ്യണോ? അവരുടെ കൈ എനിക്ക് കാണണം. പ്രാർത്ഥിച്ചൊരു 2 മാട്ടൊന്ന് മൂള്. ചില ലോ കഴിയും, ചില ലോ കഴിയും, ചില ലോ കഴിയും. മോളെ എടുത്തോ മോളെ. അപ്പോസ്തല പ്രവൃത്തി 28:5 28:5 28:5. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. പറ, ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. മോനെ, ഏത് ജന്തുവാണെന്നറിയോ? നമ്മൾ വിചാരിക്കുക പാറ്റയോ പല്ലിയോ നീ പറച്ചിൽ കേട്ടാൽ. ആരാ മോനെ? അണലി. വൈപ്പിറന്ന ഇനമുള്ള സാധനത്തെ ബൈബിൾ ഭാഷ പറയുക ആ ജന്തുവിനെ. മോനെ, ആക്സ് 28:5 എന്തുവാ? ആ ജന്തുവിനെ. നിന്റെ മേൽ അനോയിന്റിങ് ശക്തമായാൽ നിന്റെ മേൽ വ്യാപരിച്ച സംഗതിയെ വരെ ചെറുതായിട്ട് നീ കാണും. എത്ര പേർക്ക് ഇത് പിടികിട്ടെന്ന് എനിക്കറിയത്തില്ല. മോനെ, വൈപ്പർ എന്ന് പറയാൻ അറിയാത്തതുകൊണ്ടല്ല, അണലി എന്ന് പറയാൻ വായിലില്ലാത്തതുകൊണ്ടല്ല. അണലി നോക്കി അണലി എന്നല്ല പറയുന്നത്, അഭിഷേകമുള്ളവൻ അണലിയെ നോക്കി ജന്തു. ഒന്ന് വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തെ സ്തുതിക്ക്. ഇന്ന് രാത്രി ഞാൻ ആത്മകണ്ണി നോക്കുമ്പോൾ ചിലതിനെ നിങ്ങൾ നിഷ്പ്രയാസം തള്ളിക്കളയാൻ പോവാ. യേശുവിൻ രക്തം ചെയ്യാം. ഉയരത്തിലെ ശക്തി ഒരുവന്റെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ പറ്റിപ്പിടിച്ചതിന് ചിലതിനെ കുടയുന്ന ഒരധികാരം ഇവിടെ വ്യാപരിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രം കൈകൾ അടിച്ച് മോനെ ജോയലേ, ഒന്നുകൂടെ വായിച്ച മോനെ ഈ വാക്ക്. മോനെ 28:5 എന്നിട്ട് ആരെങ്കിലും നിട്ട്. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷം ഒന്നും പറ്റിയില്ല. ദോഷം ഒന്നും പറ്റിയില്ല. എടാ, അഭിഷേകമുള്ളവനെ എന്നെ കടിച്ചോട്ടെ, ഒരു ദോഷവും പറ്റത്തില്ല. പറഞ്ഞേ 20 ഇന്ന് എത്ര മോനെ തീയതി? 26 ജൂലൈ 26 ഗ്ലോറി ടെന്റിനകത്ത് ഞാൻ പ്രവചിക്കുക. വല്ലോം കയറിയാലും ഒന്നും പറ്റത്തില്ല.
വല്ലം തൊട്ടാലും ഒന്നും പറ്റത്തില്ല. ഇത് നിന്റെ പവറല്ല, ഇറ്റ് ഈസ് എ പവർ ഓഫ് ഗാഡ്. പറഞ്ഞേ അവനോ ആ ജന്തുവിനെ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. And he shook off the beast into the fire and felt no harm. ഈ രാത്രി ഞാൻ ഈ സഭയെ നോക്കി പ്രവചിക്കുക, നീ ആ ജന്തുവിനെ കുടഞ്ഞു കളയും, നീ ആ ജന്തുവിനെ കുടഞ്ഞു കളയും, നീ ആ ജന്തുവിനെ കുടഞ്ഞു കളയും. ദോഷമൊന്നും പറ്റത്തില്ല. ഇന്ന് രാത്രി ഞാൻ ഈ സഭയെ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു, ഒന്നും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. പറ, ഒന്നും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. നിന്റെ തലമുറയ്ക്ക്, നിന്റെ ഭാവിക്ക്, നിന്റെ കുടുംബത്തിന് ഒന്നും പറ്റിയില്ല. കൈകൾ അടിച്ച് പോരാ പോരാ. മോനെ ജോലെ വാടാ, ഇനി വായിരേ. ഓ ജോലൊക്കെ മടിയായ. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. എൻ്റെ ഭാഷയെ പറയാ, വെറുതെ കാത്ത് നിന്ന് കാല് കിടക്കാതെ പോ. ഒന്നും മിണ്ടുന്നില്ല. വെറുതെ കാല് കിടക്കാതെ പോ, ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിന്നു. മോനെ ജോയലെ, ഈ ആത്മാവിൽ ദൂത, കാത്തു നിൽക്കുന്നവരുടെ കണ്ണിൻ്റെ മുമ്പിൽ നീ പൊങ്ങി വരും. നീ തറ പറ്റുമെന്നും നീ വീഴുമെന്നും പറയുന്നവരുടെ മധ്യത്തിൽ നീ എഴുന്നേറ്റ് വരും. കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. മോനെ ജാക്സ അടിയോളെ, അവൻ എന്ത് ഭവിക്കുമെന്നറിയാൻ ദൂരത്ത് നിന്ന് ചിലർ നോക്കി നിൽക്കുമ്പോൾ അടുത്ത 90 ഡേയ്സിനുള്ളിൽ ചിലത് തുറക്കാൻ പറയാം. വിശ്വസിക്കുന്നുണ്ടോ? ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, അടുത്ത 3 മാസത്തിനുള്ളിൽ ചിലത് തുറക്കാൻ പോകുക. ഇന്ന് രാത്രി ഞാൻ ഈ ദൂതം അങ്ങോട്ട് പറയുമ്പോൾ കേറി ചാടി പിടിച്ചോ. മോനെ ജാക്സ, ഈ ദൂതം അങ്ങോട്ട് പറയുമ്പോൾ അഭിഷേകമുള്ളവൻ ചത്തു വീർക്കാൻ കാത്തു നിൽക്കുന്നവരുടെ കൂട്ടത്തില് നിങ്ങൾക്കൊരു എഴുന്നേൽപ്പുണ്ട്. ഓൺലൈനിൽ കേൾക്കുന്നവർ ഈ രാത്രി ദൂത് കേട്ടോ. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയും ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. എനിക്ക് അടുത്ത വാക്ക് ഇഷ്ടം. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് ഡിയോളെ, ചിലതൊക്കെ ഇന്നലെ വരെ പുറകെ നടന്നു, ഇന്ന് പറയും പിടിച്ചിട്ട് കാര്യമില്ല, അവൻ വേറെ ലെവലാ. എന്താ പാസ്റ്ററെ, ഇന്നലെ വരെ ചിലത് പുറകെ വന്ന് ഇവനെ ഒന്ന് വീഴ്ക്ക, ഇവനെ ഒന്ന് വളരെ നേരം കാത്തു നിന്നിട്ട് അവൻ ആപത്ത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം. വളരെ നേരം ചിലർ കാത്തു നിന്നോ. നിനക്ക് വല്ലതും ഭവിക്കാൻ, നിന്റെ കുടുംബത്തിന് വല്ലതും ഭവിക്കാൻ വളരെ നേരം കാത്തു നിന്നിട്ട് ഒന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി. കരങ്ങൾ അടിച്ച് ഈ രാത്രി മനസ്സു മാറി. എനിക്ക് അടുത്ത വാക്ക ഇഷ്ടപ്പെട്ടത്. അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. വീർക്കാൻ വേണ്ടി കാത്തിരുന്നവർ, ചത്തു വീഴുമെന്ന് കാത്തിരുന്നവർ, വളരെ നേരം കാത്തു നിന്നവർ, അവർ മനസ്സു മാറാൻ പോവാ.
ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചിലതിനോട് ഞാൻ ദൂത് പറയാ, എടാ നീ തറ പറ്റും, നിന്റെ കുടുംബം കളരത്തില്ല എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്ന മധ്യത്തിൽ നിനക്കൊന്നും ഭവിക്കത്തില്ല. ചിലരുടെ മനസ്സ് ഈ രാത്രി മാറാൻ പോകുക. എപ്പോഴാ മനസ്സ് വേറുന്നത്? when anointing comes ചിലതിൻ്റെ മനസ്സ് മാറാൻ പോകുക. ഇന്ന് രാത്രി കുടഞ്ഞ ചിലതിനെ എറിയുന്ന ഒരു അഭിഷേകം ഇവിടെ വ്യാപരിക്കുന്നു. കൈകൾ അടിച്ച് ഈ രാത്രി ദൈവത്തെ വളരെ നേരം കാത്തു നിന്നിട്ട് അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറും. ഞാൻ ഇവിടെ ഇരിക്കുന്ന തലമുറ നോക്കി പറയും, നിന്നെ നോക്കി നിൽക്കുന്നവരുടെ ഇന്നലത്തെ ചിലത് മാറും. ഇന്നലത്തെ നിന്റെ മേലുള്ള ചിലത് വഴി മാറും. ഇന്നലെ വരെ കണ്ടതുപോലെ അല്ല നാളെ നിന്നെ അവർ കാണാൻ പോമേ. മോനെ, ഇവര് തന്നെ ഇവരുടെ രീതി മാറും, ഇവരുടെ പോസ്റ്റർ മാറും, ഇവരുടെ ശൈലി മാറും, ഇവരുടെ ടോക്ക് മാറും. ദേവൻ എന്ന് പറയത്തക്കവണ്ണം ഒരു അനോയിന്റിങ് ഇന്ന് രാത്രി നിന്റെ മേൽ വീഴാൻ പോകുക. കൈകൾ അടിച്ച് കൈകൾ അടിച്ചാൽ സമയങ്ങൾ ഇന്ന് രാത്രി മനസ്സ് മാറുന്ന വർഷം ചിലതിൻ്റെ മനസ്സ് മാറും. നിന്നെ പറ്റിയുള്ള ചില ഘടനകൾ ഈ രാത്രി തിരിയും. നീ അങ്ങനൊന്നും പോകത്തില്ലെന്ന് അവർക്ക് തെളിയിക്കാൻ പോവാ. ഇന്ന് രാത്രി ഒരു അഭിഷേകം നിന്റെ തലയിൽ വരുന്ന കാഴ്ച ആത്മാവിനെ കാണിക്കുന്നു. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം എത്രയെന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിലാണ് പകർന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ഇത് ഞങ്ങളുടെ ശക്തിയല്ല, ഇത് ഞങ്ങളുടെ കഴിവല്ല. ഇന്ന് രാത്രി വായ്പറന്ന ഇനം ഞങ്ങളെ കടിച്ചാലോ ഇന്ന് രാത്രി കൊടഞ്ഞെറിയുന്ന ഒരു അനോയിന്റിങ് ഈ രാത്രി വീഴുക. കൈകൾ അടിച്ച് ജാലം 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 അർദ്ധ ചാല താര താല താര താല താര താരം. മോനെ, ഈയട്ട പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ചു കിടപ്പായിരുന്നു. പൗലോസ് അവൻ്റെ അടുക്കൽ ചെന്ന് അകത്ത് ചെന്ന് പ്രാർത്ഥിച്ചു, അവൻ്റെ മേൽ കൈവച്ചു. അവൻ്റെ മേൽ ഏതിലാണോ നിന്റെ മേൽ അഭിഷേകം അതിനെ തളർത്താൻ നോക്കും. ഇന്ന് നീ അതിനെ ജയിച്ചാൽ നീ ചിലതിന് സൗഖ്യമാകാൻ പോവാം. എത്ര പേർക്ക് പിടി കിട്ടുന്നുണ്ട്? നിന്റെ കണ്ണ് നീ വിട്ടുകൊടുക്കല്ല്, നിന്റെ കൈ നീ വിട്ടുകൊടുക്കരുത്. ആണല്ലേ നിന്റെ കൈക്ക് നേരെ വരുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ചില പുബ്ലിയോസിൻ്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു. പൗലോസ് അവൻ്റെ അടുക്കൽ അകത്ത് ചെന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. ഈ രാത്രി ഞാൻ അഭിഷേകത്തോട് ദൂത് പറയുക. നിന്റെ കൈക്ക് അഭിഷേകമുണ്ട്, നിന്റെ കണ്ണിന് അഭിഷേകമുണ്ട്, നിന്റെ കാലിന്
എന്തിനാ ജസ്ന സിസ്റ്ററെ അഭിഷക്തൻ ലോഡ്സന്റെ കാലിന് നേരെ വന്നത്? എന്തിനാ ഉദരത്തിന് നേരെ വന്നത്? ഇവൻ നേരെ നിൽക്കരുത്, ഇവൻ ചലിക്കരുത്, ഇവൻ മൂവ് ചെയ്യരുത്. ഇന്ന് രാത്രി അതിന് നേരെ ഒരു ശക്തി വന്നിട്ടുണ്ടോ? അവിടെ എഴുന്നേറ്റ് നിന്നാൽ ചിലത് സംഭവിക്കും. ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കത്തില്ലെന്ന് പറയുന്ന വ്യാപാരം, കിടത്തി കളഞ്ഞു പറഞ്ഞ വ്യാപാരം ഇന്ന് അഴിഞ്ഞതിൻ്റെ കാര്യമെന്നറിയാമോ? ചിലരെ കൈവച്ച് സൗഖ്യം വരുത്താൻ ഈ രാത്രി ഒരു മിറക്കിൾ ചർച്ചായി ഗ്ലോറി ടെന്റ് മാറാൻ പോവാം. പറ, ഒരു മിറക്കിൾ ചർച്ചായി ഗ്ലോറി ടെന്റ് മാറാൻ പോവാം. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. പറ, മറ്റ് ദീനക്കാരും വന്ന് സൗഖ്യം. സ്വത്രം പറ. ഡിയോളെ അടുത്തൊരു വാര്യം കൂടെ പറയട്ടെ. അവിടെ മോനെ നിന്റെ പേരോടൊന്ന് പറയടാ. മെൽവിൻ ഇങ്ങോട്ട് പാടാ. ഓ, എല്ലാവരൊക്കെ അങ്ങ് പുറകെ നീക്കുക. മെൽവിനെ സൗഖ്യം പ്രാപിച്ചു. അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറി തന്നു. ചെന്ന് അവതാ പറഞ്ഞ വല്ലൊന്നും കിട്ടത്തില്ല. അഭിഷേകം നിന്റെ മേൽ വന്നാൽ ഒന്നും മിണ്ടുന്നില്ല. അഭിഷേകം വന്നാൽ നിനക്ക് വേണ്ടുന്ന മുഴുവൻ കയറ്റി തരുന്ന ഒരഭിഷേകമുണ്ട്. ഒന്നും മിണ്ടുന്നില്ല. ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. മോനെ, ഏറിയ സമ്മാനങ്ങൾ തന്ന്, ആ വാക്കൊന്ന് പറഞ്ഞേ മോനെ ഡിയോളെ. ഏറിയ, ഡിയോളിന്റെ മുഖം കണ്ടിട്ടല്ല, അഭിഷേകം കണ്ടിട്ട്. നിന്റെ തലയിൽ അഭിഷേകമുണ്ടോ? നിന്റെ കുടുംബത്തിൽ അഭിഷേകമുണ്ടോ? നിനക്ക് ആവശ്യമുള്ളത് മുഴുവൻ കയറ്റി തരും. മെൽവിനെ, അയ്യോ ലോഡ്സൺ അച്ചാച്ചന് കാറുണ്ട് അതുകൊണ്ട് എനിക്ക് കാറ്. നിനക്കൊരു കാറുമില്ല, ഒരു ഓടും. സ്വത്രം. യോ ലോഡ്സൺ അച്ചാന് വലിയ വണ്ടി. മനുവേ ഒന്നും മിണ്ടുന്നില്ല. എനിക്കൂടെ ഇല്ല. മനുവിന് അനോയിന്റിങ് ഉണ്ടോ? മനോയി അഭിഷേകത്തിൽ കയറുന്നുണ്ടോ? ആവശ്യമുള്ളതൊക്കെ അതിന്റെ പുറകെ വരും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. കാര്യം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ ഇന്ന് രാത്രിയൊന്നും അവരേറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. നിന്നെ മാനിക്കണോ? നിന്റെ മേലുള്ള അനോയിന്റിങ് വർദ്ധിക്കണം. കൈ ഉയർത്തി പറ, ഐ നീഡ് അനോയിന്റിങ്. ഞാനത് സൂക്ഷിക്കാമെന്ന് പറയാൻ താല്പര്യമുള്ളവർ എഴുന്നേറ്റ് നിൽക്കാം. ഇത് നിന്റെ മൺകൂടാരത്തിലാ. മോനെ മെൽവിനെ, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെ ദൈവവചനത്തിൽ കൂട്ടിയേർക്കാതെ സത്യം വെളിപ്പെടുത്തും. ഞങ്ങളുടെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കാൻ പോവാം. സ്വത്രം പറഞ്ഞേ. കാരണം എന്തിനാ ഉപേക്ഷിക്കുന്നത്? ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിലുണ്ട്. ആ കൈ ഒന്ന് മലർത്താമോ? കൈകളൊന്ന് കോർക്കാമോ? അടുത്തിരിക്കുന്നവർ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് നമ്മളൊരു സൂപ്പർ ആരാധന അല്ലേ മക്കളെ? ഒരാരാധിച്ചിട്ട് നമ്മൾ പോകത്തുള്ളൂ. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇന്ന് രാത്രി വിടുതലുണ്ടെന്ന്? ഇന്ന് രാത്രി നിങ്ങളോട് ആത്മാവി കൽപ്പിക്കാൻ പോവാ. ഞാൻ ആത്മാവി പറയുക, നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാകുന്ന സകലതും ഇന്ന് രാത്രി അഴിയും. ഇതൊരു പ്രൊഫറ്റിക്കൽ വേർഡ് പറയാനാ എന്നെ ഈ ദേശത്തോട്ട് ദൈവം അയച്ചത്. ഈ ദേശം മുഴുവൻ പിടിക്കാൻ പോവാം. മോനെ പത്രോസ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ 11 കൂടെ നിൽക്കുന്ന കാഴ്ച ഞാൻ കാണുന്നു. ഇന്ന് ഇവിടെ ഞാൻ കാണുന്നത് ഒരു കീബോർഡാ. 5ലധികം കീബോർഡുമായിട്ട് ആൾക്കാർ നിൽക്കും. ഒരേ ഡ്രസ് കോഡിൽ പലരും നിൽക്കുന്ന ഞാൻ കാണും. ഒരു ടീം തന്നെ ഫോം ആവും. അവിടാണോ ഇവിടാണോ നാള് കൂടുതലെന്ന് അറിയുമാറ് അതുപോലത്തെ വഴി ദൈവം തുറക്കാൻ പോവാം.
എഫെസോസിലോട്ട് അഭിഷേകമുള്ളവൻ ചൊല്ലും, ചോദിക്കും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? കേട്ടിട്ട് പോലുമില്ല, കുഴപ്പമില്ല. അഭിഷേകമുള്ളവൻ കൈവച്ചാൽ അഭിഷേകം പ്രാപിക്കും. ഈ സഭ അഭിഷേകത്തിൽ നിറയത് ഞാൻ കാണുന്നു. തലമുറകൾ അഭിഷേകം പ്രാപിക്കുന്നത് ആത്മാവ് ഞാൻ കാണുമോ? ഓ, എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നു. ബ്ലസൻ മേമന ഞങ്ങളുടെ ടേണിംഗ് പോയിന്റിൽ വന്നിട്ട് അദ്ദേഹം പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ 2 മക്കളും അഭിഷേകം പ്രാപിക്കുന്നതിന് കണ്ടു. മോനെ, പ്രസംഗിക്കുന്നവൻ കൈവെക്കുന്നതിനേക്കാളും ഉള്ളത് അഭിഷേകമുള്ളവൻ പാട്ട് പാടിയാൽ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കും. ഇന്ന് രാത്രി ഞാൻ ആത്മകണ്ണിൽ മോനെ ജീവനെ കാണുക, മെൽവിനെ കാണുക. ചിലർ കയറി നിൽക്കും, അഭിഷേകം ഫ്ലോ ചെയ്യാൻ പോവാം. മോനെ ജോയലെ, വൈപ്പർ എന്ന ഇനമുള്ള സംഗതിയാണ് പൗലോസിനെ കടിച്ചത്. പിന്നെ മെലിത്തയിൽ വൈപ്പർ എന്നുള്ള ഇനമുള്ള പാമ്പ് പിന്നുണ്ടായിട്ടില്ല. ഇന്ന് രാത്രി അഭിഷേകമുള്ളവനെ ഒരു പാമ്പ് കടിച്ചാൽ പിന്നെ ആ രാജ്യത്ത് അവന്റെ കുലത്തില് പിന്നെ അത് കാണത്തില്ല. കരങ്ങൾ അടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ ശക്തനാക്കുന്നവൻ മുഖാന്തരം, അസാധ്യമായ എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, ബുദ്ധിക്കതീതമത്യുത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യുത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൽ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൽ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമായ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൽ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൽ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമായ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമായ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, 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 യേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ
raba raba chaba baba. Vaida raba kata laba raba sata laba. Vaida raba sata la baba. അന്തരീക്ഷം മാറുക. ഗ്ലോറി ടെന്റിന്റെ അന്തരീക്ഷം മാറുക. ഓൺലൈനിൽ കേൾക്കുന്നവർ എവിടെ ഇരുന്നാലും യേശു നിങ്ങളെ തൊടുക. യേശു നിങ്ങളെ തൊടുക. നീ മരിക്കേണ്ടിയവനല്ല, നീ മരിക്കേണ്ടിയവനല്ല. ഈ ശരീരത്തിന്റെ മേൽ നിത്യശക്തി ഇപ്പോൾ ഇറങ്ങും. പൗലോസ് പറയുന്നു, ഞങ്ങളിൽ മരണം, നിങ്ങളിൽ ജീവൻ. അഭിഷേകമുള്ളവൻ മരണം അനുഭവിച്ചാൽ നിങ്ങളിൽ ജീവൻ വ്യാപരിക്കും. ഇന്ന് രാത്രി യേശുവിന്റെ ശക്തി ചില കുടുംബത്തിനകത്ത്, ചില രോഗത്തിന്റെ മേൽ ഈ രാത്രിയെ കൽപ്പിക്കുക, അഴിഞ്ഞു മാറും. അഭിഷേകമുള്ളവന്റെ വഴി തടയുന്ന ദുഷ്ടവ്യാപാരങ്ങൾ ഈ രാത്രി വഴിമാറും. ഇപ്പോൾ ചത്തു വീഴുമെന്ന്, ഇപ്പോൾ വീർത്തു കെട്ടുമെന്ന് വളരെ നേരം കാത്തു നിന്ന ചിലര് മനസ്സു മാറുന്ന ഒരഭിഷേകം നിന്റെ തലയുടെ മുകളിൽ ഈ രാത്രി ഉണ്ട്. മക്കളെ, ഒത്തിരി യുവജനങ്ങളിവിടെ ഉണ്ട്. യുവജനങ്ങളോട് ഞാൻ ചോദിക്കുക, അർദ്ധരാത്രിയിൽ എഴുന്നേക്കാൻ പറ്റുന്നവരുടെ കൈ എനിക്ക് കാണണം. മോനെ മേൽവിനെ എഴുന്നേക്കണം, ഡിയോളെ എഴുന്നേക്കണം, മോനെ അലക്സ എഴുന്നേക്കണം. മക്കളെ എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ, എല്ലാവരും എന്നെ നോക്കിയേ. എല്ലാവരും അർദ്ധരാത്രി എഴുന്നേക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും പാടണം. ചിലത് സംഭവിക്കും. ചില ഹോൾ നൈറ്റ് പ്രയറുകൾ ഗ്ലോറി ടെന്റി വെക്കണം. നൈറ്റ് പ്രയറുകൾ, നൈറ്റ് ചിലർ എഴുന്നേക്കാൻ പോവാ. ഈ സഭ എഴുന്നേക്കുന്ന ഞാൻ ആത്മാവിൽ കാണുക. മോനെ നിങ്ങളെല്ലാവരും കൂടണം. ഒരുപക്ഷെ കഴിക്കാനാ കൂടുന്നത്, അത് കഴിഞ്ഞാൽ പ്രാർത്ഥന കയറിക്കോണം. പ്രാർത്ഥിക്കാതെ നിങ്ങൾ പിരിയരുത്. ഈ ദേശത്തെ പിടിച്ചു ഉലക്കുന്ന ഒരു അനോയിന്റിങ് ഉയരത്തിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ വരും. അത് വന്നാൽ ഈ ദേശം നിങ്ങളുടെ കയ്യിൽ തരും. എത്ര പേര് ഇവിടെ തീരുമാനമെടുക്കും? അർദ്ധരാത്രിയിൽ ഞങ്ങൾ എഴുന്നേക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ പാടും. അന്നേരം ചിലത് ഞങ്ങളുടെ കൈ നഴിയും. ഞങ്ങളെ അടച്ച പൂട്ടുകൾ അഴിയും, ചങ്ങലകൾ അഴിയും, വാതിലുകൾ തുറക്കും. ഇന്ന് രാത്രി ഹൃദയം തുറന്ന് ഞാൻ ഗ്ലോറി ടെന്റിനെ ബ്ലസ് ചെയ്യുന്നു. പാസ്റ്റർ ലോഡ്സിനെയും കുടുംബത്തെയും കൂടെ നിൽക്കുന്ന എല്ലാ അഭിഷക്തന്മാരെയും തലമുറകളെയും എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. ലാസ്റ്റ് 24 years I carry a Jesus. Last 24 years I carry a blessing. Last 24 years I carry a presence. ഞാൻ ആ യേശുവിൻ്റെ അധികാരത്തിലും അഭിഷേകത്തിലും നിന്നുകൊണ്ട് ഈ തലമുറകളെ അനുഗ്രഹിക്കുന്നു. ഇതൊരു അനുഗ്രഹമായിരിക്കും, ഇതൊരു വിടുതലായിരിക്കും. ഈ പ്രൊഫറ്റിക്കൽ വേർഡ് ഓൺലൈനിൽ കേൾക്കുന്നവർക്കും ഇവിടെ വന്നവർക്കും നാളെ കേൾക്കുന്നവരും മറ്റേനാൾ ഇത് കേൾക്കുന്നവരും സകലരുടെ മേലും അഭിഷേകങ്ങൾ ചലിക്കും. ദൈവനാമം മഹത്വപ്പെടും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. സമയം തന്ന പാസ്റ്റർ ലോഡ്സിനോടും കുടുംബത്തോടും സഭയോടുമുള്ള പ്രത്യേക നന്ദി. ഗോഡ് ബ്ലസ് യു.